ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുസഭയുടെ ആദ്യ രക്തസാക്ഷിയായ മാർ സ്തെഫാനോസ് സഹദയുടെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ഈ നാളുകൾ ക്രിസ്തുവിങ്കലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴി തുറക്കാനായിട്ട് തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗ്യതകളൊന്നുമല്ല ഞങ്ങളിവിടെ കൂട്ടിവരുത്തിയത്, നിന്റെ കൃപ മാത്രമാണ്. കർത്താവേ, ഒരു പുതിയ വർഷത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അറുതി വരെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തിരുവചനത്തിൻ്റെ വെളിച്ചം പകരണമേ. ദൈവാത്മാവിൽ അടിയങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഈ സന്ധ്യയ്ക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ വലിയ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട അഭിഷിക്തന്മാരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് ബൈബിളിന്റെ തിരുവചനത്തിന്റെ വെളിച്ചം ഈ ലോകമെങ്ങും പകരുവാൻ തക്കവണ്ണം ഇതിനെ മക്കളെ ശക്തീകരിക്കണമേ. കർത്തൃമേശയിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടതായ ബലവും അനുഗ്രഹവും നൽകണമേ. ഓരോ ഭവനങ്ങളെയും കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് ഈ സന്ധ്യക്ക് ഞങ്ങൾക്കൊരുക്കിയ അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. യേശുവേ, അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും കരുതണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വാസം നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ, ആമീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിഭകളായ മഹാരഥന്മാരായ കുറെ വൈദികരുടെ സാന്നിധ്യം പ്രചോദനാത്മകമായിട്ട് ഞാൻ കാണുകയാണ്. ഭാഷാ മേഖലയിലും ഒപ്പം തന്നെ തത്വശാസ്ത്ര മേഖലയിലുമൊക്കെ അവഗാഹം തെളിയിച്ച ഒ തോമസ് അച്ഛൻ, ശാന്തമായ ശുശ്രൂഷയിലൂടെ മലങ്കര സഭയ്ക്ക് നല്ല ശുശ്രൂഷ സമ്മാനിച്ച ജേക്കബ് ജോർജ് അച്ഛൻ, അതിലുപരിയായിട്ട് ഈ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും സംഘാടക മികവോടെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വി തോമസ് അച്ഛൻ, അതിലുപരിയായിട്ട് പ്രിയപ്പെട്ട സജി കോശി അച്ഛൻ, എല്ലാവരുടെയും സാന്നിധ്യത്തെ പ്രത്യേകമായിട്ട് മാനിക്കുന്നു. ഞാൻ മർത്തമറിയ സമാജത്തിന്റെ ചുമതലക്കാരൻ എന്ന നിലയിലൂടെ നിൽക്കുമ്പോൾ ഈ ദേവാലയത്തിലെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് 5-ാം തീയതിയാണ് മർത്തമറിയ സമാജത്തിന്റെ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നത്. എവിടെ ചെന്നാൽ ഈ ഒരൊറ്റ ചോദ്യം ഉള്ളായിരുന്നു, റിസൾട്ട് എന്ന് വരും, പരീക്ഷ എന്നാണ്. പക്ഷെ നല്ലൊരു റിസൾട്ട് ഈ ഇടവകയിലെ സ്ത്രീകൾ നേടി എന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും, പ്രത്യേകിച്ച് ഇവിടുത്തെ മറിയാമ്മ ശാമുവേൽ അമ്മച്ചിക്കാണ് ഡയോസിസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. ആ തരത്തിൽ പ്രത്യേകമായ അഭിനന്ദനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതിലുപരിയായിട്ട് ഞാൻ പറയും, കൊല്ലം മെത്രാസനത്തിലെ സ്ത്രീകളെ ഈ പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിൽ നിങ്ങളുടെ വികാരി അച്ഛൻ്റെ പങ്ക് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു ക്യാപ്സ്യൂളായിട്ട് സുന്ദരമായി അച്ഛൻ ക്ലാസ്സുകൾ വളരെ കൃത്യമായി എടുത്തു കൊടുത്തു എന്നുള്ളതും ഈ റിസൾട്ടിന്റെ പിന്നിൽ അച്ഛൻ്റെ ശരിയായ പ്രചോദനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് കൂടുതൽ ആമുഖമൊന്നും നൽകാതെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം നിങ്ങളുടെ അടുത്ത് വർത്താനം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് പറഞ്ഞ വർത്തമാനമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിന് പുൾപിറ്റൊന്നും ഉണ്ടായിരുന്ന ഒരു കാലമൊന്നുമില്ല. തമ്പുരാൻ നടക്കുന്ന ഇടങ്ങളിലൊക്കെ പറഞ്ഞ വർത്തമാനങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സുവിശേഷം. നിങ്ങൾക്ക് വർത്താനം പറയാൻ ഇഷ്ടമാണോ? ആണോ? ആണ് അല്ലേ? വർത്താനം പറയാനുള്ള ശേഷി പോയി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നമുക്ക് ജീവിച്ചിരിക്കാൻ തോന്നുമോ? ഇല്ല. അതുകൊണ്ട് ഈ രാത്രി നിങ്ങൾക്കൊപ്പം ഇത്തിരി നേരം വർത്തമാനം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വിരുന്നു വീട്ടിലോട്ടാണ്. വിരുന്ന് പോകാൻ ഇഷ്ടമാണോ? ആണോ അല്ലയോ? പറ മക്കളെ, വാ തുറന്ന്. ആണ് അല്ലേ? വിരുന്ന് പോകാൻ ഇഷ്ടമാണ്. വിരുന്ന് പോകാൻ ഇഷ്ടമില്ലാത്തവരുമില്ല. പക്ഷെ ഈ വിരുന്നിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അവിടെ ചെല്ലുന്ന ആള് ആ വിരുന്ന് വീട്ടിൽ നിന്നും മടങ്ങി പോകുമ്പോ ഉണ്ടല്ലോ, എങ്ങനെ പോയെന്നറിയാമോ? സമാധാനത്തോടെ പോകുന്നു. നമ്മളൊക്കെ എവിടെങ്കിലും വിരുന്ന് പോയാൽ നമ്മുടെ സമാധാനം പോകും അവിടുത്തെ, അല്ലെ? എന്തെങ്കിലും ഒരു സാധനം ഒപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ വിരുന്ന് വീട്ടിൽ എന്ത് ചെയ്യാറുള്ളൂ? തിരിച്ചു വരാറുള്ളൂ. പക്ഷെ ഈ വിരുന്ന് വീടിന്റെ പ്രത്യേകത, അവിടെ ചെന്നിട്ട് മടങ്ങി പോകുമ്പോ ചെന്നാള് തിരിച്ചു പോകുന്ന എങ്ങനെയാ പോന്നേ? സമാധാനത്ത്. അങ്ങനെ ഒരു വിരുന്ന് നമ്മൾ പങ്കെടുക്കാറുണ്ട് കേട്ടോ. ഏത് വിരുന്നാന്നറിയാമോ? ഒരു വിരുന്തി പങ്കെടുത്തിട്ട് തിരിച്ചു പോകാൻ നേരം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ സമാധാനത്തോടെ പോകാൻ. ഏതാ? നിങ്ങൾ സമാധാനത്തോടെ പോകാൻ പറയുന്ന വിരുന്ന് ഏതാ? വിശുദ്ധ കുർബാനയാണ്. പക്ഷെ വിശുദ്ധ കുർബാനയാകുന്ന വിരുന്നിലോട്ടല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമുക്ക് ചിന്തിക്കാൻ ഒരു വേദഭാഗമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന വേദഭാഗം ഞാൻ പറയും, നിങ്ങൾ എന്നോട് തിരിച്ചു പറയണം. അവസാനം നമ്മൾ ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ ഹൃദയസ്ഥമാക്കും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷമാണ്. ആരുടെ സുവിശേഷമാ? ആരുടെ സുവിശേഷമാ? വിശുദ്ധ ലൂക്കോസിന്റെ. എത്രാമത്തെ അധ്യായം എന്നറിയാമോ? 7-ാമത്തെ അധ്യായമാണ്. എത്ര അധ്യായ? അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സുവിശേഷം ഏതാ? എന്തോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം. എത്രാമത്തെ അധ്യായമാണ്? 7-ാമത്തെ അധ്യായം. അതിന്റെ 36 മുതൽ 50 വരെയുള്ള വാക്യമാണ്. വായിക്കേണ്ട കേട്ടോ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. 36 മുതൽ 50 വരെ. അപ്പൊ നോക്കിക്കേ, ഇന്നത്തെ വേദഭാഗം ഏതാന്ന് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറഞ്ഞോണം. ഏതാ? ആരുടെ സുവിശേഷ? ലൂക്കോസിന്റെ. എത്രാമത്തെ അധ്യായ? എത്ര മുതൽ എത്ര വരെയുള്ള വാക്യ? 36 മുതൽ 50 വരെ. നോക്കിക്കേ, എത്ര ഓർമ്മയുള്ള ആളുകളാ പാണ്ഡിത്യത്തിലെ ആളുകൾ, അല്ലേ? അപ്പൊ നല്ല ഓർമ്മയുള്ള മനുഷ്യരാണ്. അപ്പൊ ഇന്നത്തെ വേദഭാഗം നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഇനി ഈ വിരുന്ന് വീടിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അവിടെ ഒരു ഹോസ്റ്റ് ഉണ്ട്. എന്താ മക്കളെ ഹോസ്റ്റ് എന്ന് പറഞ്ഞോട്ടെ? പിള്ളേരെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തില. ഇംഗ്ലീഷും അറിയില്ല, മലയാളവും അറിയില്ല. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പറ. ഹോസ്റ്റ് എന്ന് പറഞ്ഞ ആതിഥേയൻ, വീട്ടുകാരൻ. എന്താണ്? ആതിഥേയൻ. നമുക്ക് പിന്നെ ഹോസ്റ്റ് അറിയത്തില്ല, പക്ഷെ ഗോസ്റ്റ് അറിയാം, അല്ലേ? അപ്പം ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആതിഥേയൻ, വീട്ടുകാരൻ. ഇവിടുത്തെ വീട്ടുകാരൻ ആരാന്നറിയാമോ? പരീശനായ ശീമോനാണ്. ആരാണ്? പരീശനായ ശീമോൻ. അപ്പൊ നോക്കിക്കേ, 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ നറേറ്റ് ചെയ്യുന്ന സംഭവത്തിലെ വീട്ടുകാരൻ ആരാണ്? പരീശനായ ശീമോൻ. ഈ നമുക്കറിയാം, യേശുവിന്റെ കാലത്തെ പരീശന്മാരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? വേഷമുണ്ട്, ഭൂഷാദിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അകത്തൊന്നും ഇല്ല. ഇവരെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത് വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന്. നമ്മളും പലപ്പോഴും അതുപോലെ വേഷമുണ്ട്, ഭൂഷയുണ്ട്, പക്ഷെ അകത്തൊന്നും ഇല്ല. അപ്പൊ ഈ ശീമോൻ ഒരു തോന്നല്, അന്ന് നാട്ടിൽ പേരുകേട്ട ഒരു റാബിയാണ്, അറിയപ്പെടുന്ന ഗുരുവാണ്. ആര്? യേശു ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നാൽ എന്താ, തനിക്കൊരു സെൽഫിയൊക്കെ എടുത്ത് പ്രൊഫൈലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നൊരു തോന്നൽ. നമ്മൾ ഈ എയർപോർട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ വിരാട് കോഹ്ലിയോ സച്ചിൻ ടെണ്ടുൽക്കറെയോ ഒക്കെ കാണുവാണെങ്കിൽ, അല്ലെ, സഞ്ജു സാംസണെ ഒക്കെ ഒന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോന്നേ? ഒക്കുവാന്നെ അടുത്ത് പോയി നിൽക്കും, പറ്റുവാണെ എന്തെടുക്കും? ഒരു സെൽഫി എടുക്കും. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. എന്താണ്? സഞ്ജു സാംസൺ എന്നോടൊപ്പം, അല്ലേ? ആരുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാ? സഞ്ജു സാംസന്റെ. അവന്റെ ആരുടെയാ? നമ്മുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യ. അപ്പോഴാണ് നാട്ടിൽ നല്ലൊരു മനുഷ്യനുണ്ടെന്നറിഞ്ഞപ്പോ ആ മനുഷ്യനെ എവിടോട്ട് വിളിച്ചു? വീട്ടിലോട്ട് വിളിച്ചു. എന്തിനു വേണ്ടിയാ? സ്വന്തം വിരുന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ വിരുന്ന് കൊടുക്കാന്നുള്ള ഉദ്ദേശമൊന്നും അല്ല, സ്വന്തം പ്രൊഫൈലും സ്റ്റേറ്റസും അപ്ഡേറ്റ് ചെയ്ത് മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരാൾ ചെയ്ത കാര്യമാണ്.
പക്ഷേ ഈ മനുഷ്യനെ ഞാൻ വിശേഷിപ്പിക്കുന്ന എന്തിനോടാന്നറിയാമോ? ഞാൻ പറയും, ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു പുസ്തകത്തോട്. ഏത് പുസ്തകമാണെന്നറിയാമോ? നമ്മുടെ പള്ളിയിലൊക്കെ ഇരിക്കുന്ന കുർബാനക്രമത്തോട്. നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്ന കുർബാനക്രമത്തിന്റെ പ്രത്യേകത എന്നാലും ദൈവത്തിന്റെ കാരണമുണ്ട്. ഈ വി തോമസ് അച്ഛൻ ചെല്ലുന്നിടത്തെല്ലാം നല്ല കുർബാനക്രമം വാങ്ങിച്ചു വെക്കും. അച്ഛൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ സാധാരണ പള്ളികളിലൊക്കെ കുർബാനക്രമം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അല്ലേ? നമ്മൾ ചെന്ന് എടുത്ത് തുറന്നു നോക്കുമ്പോഴാണ് അറിയുന്നത് 70-ാമത്തെ പേജ് കഴിഞ്ഞാൽ പിന്നെ 110-ാമത്തെ പേജേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ആരാധിച്ച് എന്ത് ചെറുതായി വരും. ഇതെങ്ങനെ ഈ കുർബാനക്രമം തിന്നുകൊണ്ടാണോ പോന്നെ? ആരാധിക്കാൻ വരുമ്പോ എടുക്കുന്ന പുസ്തകമാണിത്. പക്ഷേ ഒരു കൊല്ലം കഴിയുമ്പോ ഇതിനകത്ത് വല്ലതും കാണുമോ? ഇല്ല. പുറംചട്ട് നല്ലതാണെങ്കിലും അകത്തൊന്നുമില്ലാത്ത കുർബാനക്രമം പോലെയാണ് ആര്? ഈ പരീശൻ. പുറംചട്ടയുണ്ട്, പക്ഷെ അകത്തൊന്നും ഇല്ല. അപ്പോൾ ഈ മനുഷ്യനെ നിങ്ങൾ പരിചയപ്പെട്ടു. അയാളുടെ പേരെന്താണ്? ശിമോൻ. അയാൾ എങ്ങനെയുള്ള ആളാണ്? പരീശനാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. 2, അവിടുത്തെ ഗസ്റ്റ് ആരാന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ഗസ്റ്റ് ആര്? യേശു ക്രിസ്തുവാണ്. 3ാമത് ഒരാൾ കൂടെ അവിടോട്ട് വരുന്നുണ്ട് കേട്ടോ. അയാൾ വിളിക്കാതെയും പറയാതെയും വരികയാണ്. അയാളുടെ പേരില്ല, വീട്ടുപേരില്ല, മേൽവിലാസം ഇല്ല, അപ്പന്റെ പേരില്ല, അമ്മയുടെ പേരില്ല. എന്തുകൊണ്ടാ ലൂക്കോസ് എവങ്കലിസ്റ്റ് അങ്ങനെ ഒരാൾക്ക് പേര് കൊടുക്കാതിരുന്നറിയാവോ? നമുക്കറിയാം ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെയൊക്കെ പേര് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പറയാറുണ്ടോ? നമ്മുടെ മാധ്യമങ്ങളിൽ വല്ലതും പറയാറുണ്ടോ? ഇല്ല. പിന്നെ നമ്മളവിടെ ഉപയോഗിക്കുന്ന പദം എന്താ? അതിജീവിത, അല്ലേ? പിന്നെ ഇര, ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അതിജീവിത, ഇര. അവരെ പേരുപയോഗിക്കത്തില്ല. കാരണം എന്താ? അവരുടെ പേര് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി അവരുടെ അന്തസ്സിനെ ഇല്ലാതാക്കരുത് എന്നാണ് എന്തെന്ന് പറയുന്നത്. കാരണം ഈ ലോകത്ത് നൊമ്പരപ്പെടുന്ന ഓരോ വ്യക്തിക്കും എന്തുണ്ട്? അന്തസ്സുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്ന നിയമം. ഈ നിയമം ഞാൻ പറയും ഇപ്പോഴെങ്ങാണ്ട് വന്നതാണോ? അല്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലൂക്കോസ് എവങ്കലിസ്ത ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുമ്പോ അവിടെ പേര് പറയുന്നില്ല, വീട്ടുപേര് പറയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ശരിക്കും നമ്മൾ ഓർക്കണം, അവളെ ലൂക്കോസ് എവങ്കലിസ്ത അടയാളപ്പെടുത്തുന്നത് ഒരു കോമൺ നൗൺ കൊണ്ടാണ്. ഏത് നൗണാ ഉപയോഗിക്കുന്നത്? പാപിനിയായ സ്ത്രീ, അല്ലേ? പാപിനിയായ സ്ത്രീ എന്ന ടൈറ്റിൽ കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. അവിടെ പ്രത്യേകത എന്തെന്നറിയാമോ? അവൾ ഒരു പുസ്തകം പോലെയാണ്. ഏത് പുസ്തകമാണെന്നറിയാവോ? ഞാൻ പറയും, നമ്മുടെ ഈ LKG-യിലും UKG-യിലും ഒക്കെ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ പുസ്തകം വാങ്ങിച്ചു കൊടുക്കാറില്ലേ? ഉണ്ട്. 1ാമത്തെ ടേം കഴിയുമ്പോൾ ആ പുസ്തകം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താ? പുറവും കാണത്തില്ല, അകവും കാണത്തില്ല. ശീമോന് പുറംചട്ട ഉണ്ടായിരുന്നു. ഇവക്ക് പുറംചട്ടയില്ല, അകഞ്ചട്ടയില്ല, അകത്തൊന്നുമില്ല. നമ്മുടെ കാലത്ത് പിന്നെ ദൈവത്തിന്റെ കരുണ കൊണ്ട് പുസ്തകമൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ? സ്കൂള് തുറക്കുന്നതിന്റെ തലേന്നൊരു സാധനം വാങ്ങിച്ചു തരും. എന്താ വാങ്ങിച്ചു തരുന്നേ? ഒരു സ്ലേറ്റ്. ഓർമ്മയുണ്ടോ? സ്ലേറ്റ് എന്ന് പറഞ്ഞപ്പോ കണ്ണും പിടിച്ചിരിക്കുക. എന്ത് വെച്ചാ അത്? സ്ലേറ്റ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ സ്ലേറ്റിന്റെ 4 വശം എന്താ ഉള്ളത്? തടി വെച്ച ഒരു അതിരുണ്ട്, അല്ലേ? ഒരു ഫ്രെയിം ഉണ്ട്. അതിന്റെ നടുക്ക് ഗ്രാഫൈറ്റ് കൊണ്ട് ഒരു ഷീറ്റ് ഉണ്ട്. ഇത് കിട്ടുന്ന ജൂൺ മാസം 1-ാം തീയതി തലേന്ന് വൈകുന്നേരം ആണ് ഇത് കിട്ടുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നേരത്തെ ഒന്നും മാറ്റി തരത്തില്ല. തലേന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരെണ്ണം കിട്ടും. ഇത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ലംബോർഗിനി കിട്ടിയ ഇത്രയും സന്തോഷം ഉണ്ടാവോ? ഇല്ല. ഇത് കിട്ടുന്ന രാത്രി നമ്മൾ ആരും ഉറങ്ങത്തില്ല. കാരണം എന്താണെന്നറിയാവോ? ഇത് തലക്കട വെച്ചോണ്ടേ കിടക്കത്തുള്ളൂ. പിറ്റേന്ന് സ്കൂളിൽ പോയി എല്ലാരും ഇത് കാണിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിത് കൊണ്ടു കിടക്കുന്നത്. അപ്പോ പിറ്റേന്ന് രാവിലെ നമ്മൾ എഴുന്നേക്കും. ജൂൺ 1 കേൾക്കുമ്പോഴേ എന്ത് പൊഴിയാൻ തുടങ്ങും? മഴ, അല്ലേ? തകർപ്പം മഴയായിരിക്കും. രാവിലെ സ്കൂളിൽ പോകുന്ന രംഗം ഓർത്ത് നോക്കിക്കേ. അന്നത്തെ സ്കൂളിൽ പോകുമ്പോ ഒരു ഷർട്ട് എടുത്തിടും. ഷർട്ടിന് ബട്ടൺസ് എല്ലാം കാണുമോ? ഇല്ല. മേളിലും താഴെയൊക്കെ ഒപ്പിച്ച് വെക്കും. പിന്നെ ഒരു ട്രൗസർ എടുത്തിടും. ഞാൻ പറയും, വിശുദ്ധന്മാരുടെയും കർത്താവിന്റെയും ഒക്കെ പ്രാർത്ഥനയും മധ്യസ്ഥതയും കൊണ്ടാ ഈ ട്രൗസർ വൈകുന്നേരം വരെ എവിടെ ഇരിക്കുന്നത്?
എവിടെ ഇരിക്കുന്നത്? അരയിലിരിക്കുന്നത്. എന്നിട്ട് ഈ സ്ലേറ്റ് എവിടെ വെച്ചോണ്ടാ പോകുന്നത്? സ്കൂൾ ബാഗ് ഉണ്ടോ? ഇല്ല. പിന്നെന്താ ചെയ്യുന്നത്? കഷത്ത് വെച്ചോണ്ടാ പോകുന്നത്. ഇല്ല. സ്കൂളിൽ പോകാൻ കൊടയുണ്ടോ? ഇല്ല. മഴയെ നനഞ്ഞോണ്ട് ഇല്ല. സ്കൂളിൽ എത്രയും പെട്ടെന്ന് എത്തണം. ഇന്നത്തെ കൂട്ടുള്ള റോഡാണോ? അല്ല, വഴുക്കു പിടിച്ച വഴിയാണ്, അല്ലേ? അതുകൊണ്ട് ഇതിലൂടെ ഓടിപ്പോകുന്ന വഴിക്ക് എവിടെങ്കിലും ചടഞ്ഞങ്ങ് വീഴും. വീഴുന്നുടനെ ആദ്യം പൊട്ടുന്നേ എന്താ പൊട്ടുന്നേ? സ്ലേറ്റ് ആണ്. നമ്മൾ ആദ്യം പഠിച്ച സബ്ജക്ട് ഏതാണെന്നറിയാവോ? മലയാളമോ? അല്ല, എഞ്ചിനീയറിംഗ് പഠിച്ചാ തുടങ്ങിയത്. എന്ത് പഠിച്ചാ തുടങ്ങിയേ? കാരണം എന്തറിയോ? വീണപ്പോൾ പൊട്ടിയ സ്ലേറ്റ് ആ ചെളി പിടിച്ച ഷർട്ടോട് എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? ഒപ്പിച്ചു വെക്കാൻ നോക്കും. അതാണ് എഞ്ചിനീയറിംഗ് പഠിച്ചാ തുടങ്ങിയത്, അല്ലേ? പൊട്ടിയതൊക്കെ ഒപ്പിച്ചു വെക്കാൻ ആർക്കറിയായിരുന്നു? നമുക്ക്. അതുകൊണ്ടാ ഈ പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ കല്യാണം കഴിച്ച് എന്നേ പൊട്ടേണ്ട സമയം കഴിഞ്ഞിട്ടും ഇപ്പോഴും പൊട്ടാതെ കഴിയുന്നതിന്റെ കാരണം എന്താ അറിയോ? പൊട്ടിയതൊക്കെ ചേർത്ത് വെച്ച് പോകാൻ പഠിച്ചവരാണ് അവർ. എന്നാൽ ഇന്നാണെങ്കിലോ കെട്ടുന്നതിനെക്കാട്ടി മുമ്പേ പൊട്ടുന്നതിനെക്കാട്ടി മുമ്പേ തട്ടും, അല്ലേ? അങ്ങനെ ഒരു കാലത്തിലൂടെയാ ജീവിക്കണത്. അപ്പോഴാണ് നമ്മൾ ഓർക്കണം. പക്ഷെ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചാൽ പകുതിയൊക്കെ കിട്ടത്തുള്ളൂ, അല്ലേ? പകുതി സ്ലേറ്റുമായിട്ട് നമ്മൾ എവിടെ പോകും? സ്കൂളിൽ പോകും. നമുക്ക് സങ്കടമൊന്നുമില്ല. അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് പറയാ, എനിക്കൊരു പുതിയ സ്ലേറ്റ് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിച്ചാ അപ്പം വാങ്ങിച്ചു തരുമോ? ഇല്ല. സർക്കാരിനോട് ചോദിച്ചാൽ അതിനെക്കാട്ടി വേഗം കിട്ടും, അല്ലേ? പക്ഷെ നമുക്ക് എന്നിട്ട് സങ്കടമില്ല. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുന്നവരെ കൊണ്ട് ഇന്നലത്തെക്കാട്ടി സൗകര്യമായിട്ടാ ഇന്ന് പോന്നെ. എങ്ങനെ പോന്നെന്നറിയാവോ? നോക്കുമ്പോ ഒരു ഫ്രെയിമുണ്ട്, ഫ്രെയിമിന്റെ പകുതി സ്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു കയ്യിൽ കുറച്ച് വെറ്റപ്പോച്ച കാണും, അല്ലെ? കുറച്ച് സ്ലേറ്റ് പെൻസിൽ കാണും. ഇതിന്റെ ഇടയ്ക്ക് കൂടെ കൈ അങ്ങ് കയറ്റും, ഈ ഗ്യാപ്പിനകത്തൂടെ, അല്ലേ? എന്നിട്ട് ഇത് വാട്ടിക്കൊണ്ട എവിടെ പോന്നേ? എന്താ ചിരിക്കുന്നേ? പോയിട്ടില്ലയോ? എന്തോ ഹാപ്പി ആയിരുന്നു അന്ന്, അല്ലേ? ആ സന്തോഷമൊക്കെ ഇനി എന്ത് കിട്ടും? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ പറയും, ഈ പൊട്ടിയ സ്ലേറ്റ് പോലാണ് ഈ പെങ്കൊച്ച്. ഇതിലേക്കൂടെ നോക്കാമെങ്കിൽ അപ്പുറത്തൂടെ കാണാം അവിടെ ജീവിതം. അങ്ങനെ ഉടഞ്ഞു പോയ ഒരു ജീവിതവുമായിട്ടാ ആരെവിടെ വരുന്നത്? വിളിക്കാതെയും പറയാതെയും പാപിനിയായ സ്ത്രീ ആരുടെ വീട്ടിൽ വരുന്നത്? ശീമോന്റെ വീട്ടിൽ. അവളെവിടെ വരുന്നതേ ശീമോന്റെ മണിമാളിക കാണാൻ വേണ്ടിയൊന്നും അല്ല. അവളവിടെ വരുന്നത് ഗസ്റ്റിന് വേണ്ടി പൊരിക്കുന്ന മീനിന്റെ മണം അനുഭവിച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടിയല്ല അവിടെ വരുന്നത്. അവക്കൊരൊറ്റ തീരുമാനം ഉണ്ടായിരുന്നു. അവക്കാരെ കാണായിരുന്നു, യേശുവിനെ കാണായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ പാണ്ഡിത്തിട്ട പള്ളിക്കകത്തേക്ക് വന്നിരിക്കുന്നത് ആരെ കാണാൻ വേണ്ടിയാണെന്നറിയോ? യേശുവിനെ കാണാൻ. ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം, ഈ ആഗ്രഹം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പള്ളിപ്പെരുന്നാളിന്റെ ചെണ്ടമേളവോ അല്ലെ താളമോ ലൈറ്റോ ഒന്നും അല്ല. നിന്റെ കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ വേണം ഈ പള്ളിയിലേക്ക് വരാനായിട്ട്. മേളങ്ങൾ കേൾക്കാൻ വേണ്ടി അല്ല പള്ളി വരുന്നത്. കർത്താവിനെ കാണാൻ അറിയാൻ വേണ്ടി വേണം എവിടേക്ക് വരാനായിട്ട്? പള്ളിയിലേക്ക് വരാനായിട്ട്. എന്നിട്ട് രസം എന്താണെന്നറിയാവോ? ഈ പെണ്ണ വീട്ടിൽ വന്നിട്ട് മൗനമായി നിന്ന് ആരാധിക്കുക. മൗനമായി നിന്ന്, അത് ഒരു സ്ത്രീ മിണ്ടാതെ നിന്ന് ആരാധിക്കുക എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിക്ക്. നമ്മുടെ ജെറോം ബിബ്ലിക്കൽ കമന്ററിയില് ഈ പെണ്ണിന് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. എന്താണെന്നറിയുമോ? അവൾ നടത്തുന്ന ആരാധനയ്ക്ക് കൊടുക്കുന്ന നിർവചനം എന്താണെന്നറിയാമോ? വേർഡ്ലെസ് വർഷിപ്പ് ഓഫ് ആൻ അൺനെയിംഡ് വുമൺ. വേർഡ്ലെസ് വർഷിപ്പ് ഓഫ് ആൻ അൺനെയിംഡ് വുമൺ. പേരില്ലാത്ത പെണ്ണിന്റെ വാക്കില്ലാത്ത ആരാധന. അതും ഒരു സ്ത്രീ മിണ്ടാതിരുന്ന് ആരാധിക്കുക എന്ന് പറഞ്ഞ ഇറ്റ്സ് റിയലി ഹെർക്കൂലിയൻ ടാസ്ക്. ആണോ അല്ലയോ? ആണോ? ആണ്. സ്ത്രീക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തറിയോ? പുരുഷന് മസിലിന് പവറാണ്. അതിനെ പ്രതിരോധിക്കാൻ ദൈവം സ്ത്രീക്ക് പവർ കൊടുത്ത എവിടാ? നാക്കിനാ പവർ കൊടുത്തല്ലേ? എത്ര കൊല്ലം കൊണ്ട് അടിച്ചടിച്ച് നിൽക്കുക, അല്ലേ? ഇത് റെസ്റ്റ് വല്ലതും ഉണ്ടോ ഇതിന്? ഇല്ല. കാരണം ഒരു കണക്ക് പറയുന്നത്, ഒരു പുരുഷൻ ഒരു കൊല്ലം 8000 വാക്ക് പറയുമ്പോ ഒരു സ്ത്രീ ഒരു കൊല്ലം എത്ര വാക്ക്, അല്ല ഒരു ദിവസം എത്ര വാക്ക് പറയുന്നറിയാവോ? 24,000 വാക്ക്.
എത്ര? 24,000. എന്ന് വെച്ചാൽ പുരുഷൻ ഒരു വാക്ക് പറഞ്ഞ സ്ത്രീ എത്ര വാക്ക് പറയും? മിനിമം 3. 8 3 24,000. അതുകൊണ്ടാ ഞങ്ങൾ ഈ പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ, രാവിലെ അങ്ങ് ജോലിക്ക് പോയാ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കോട്ട അങ്ങ് തീരും, അല്ലെ? അത് കഴിഞ്ഞ് നമ്മൾ വന്ന് കഴിയുമ്പോഴാണ് ആരുടെ കോട്ട തുടങ്ങുന്നത്? കണ്ടിട്ട് ജോലി കഴിഞ്ഞ് വന്നാൽ വാതോരാതെ സംസാരിക്കുന്ന ആരാ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇങ്ങനെ സംസാരിച്ചറപറ. പക്ഷെ നിങ്ങൾ എത്ര സംസാരിച്ചാലും ഈ ജോലി കഴിഞ്ഞ് വരുന്ന നിങ്ങളുടെ പുരുഷൻ സംസാരിക്കൂ ഇല്ല. ആ ഇരിപ്പ് കാണുമ്പോ തന്നെ പെരുപ്പ് വരും, ഇല്ലയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഴപ്പമില്ല, കോട്ട തീർന്നു പോയോണ്ടാ. പിന്നെ നിങ്ങൾ കിടക്കുന്നവരെ വർത്താനം പറഞ്ഞാലും ഒരു 10-22,000 ഒക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ബാക്കി എത്ര കിടപ്പുണ്ട്? ഇത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ശ്വാസം മുട്ടലുണ്ട് കേട്ടോ. ഈ പറയാനുള്ളത് പറയാൻ ബാക്കി വെച്ചിട്ട് കിടക്കുന്ന, അത് മരുന്ന് കഴിച്ചാൽ മാറുന്ന ശ്വാസം മുട്ടലല്ല. പക്ഷെ ഇത് എങ്ങനെയാ പറഞ്ഞു തീരുന്നത്? ഒറ്റ മാർഗേ ഉള്ളൂ. ഉറങ്ങാൻ കിടക്കുമ്പോ ബാക്കി ഉറക്കത്തിൽ കിടന്ന് 2,000 അങ്ങ് പറയും, അല്ലെ? അപ്പം ഉറങ്ങാൻ കിടക്കുമ്പോഴും പറയും, ഉണർന്നിരിക്കുമ്പോഴും പറയും. അപ്പൊ ഇവിടെ ഇതാ ഇത്രയും വർത്താനം പറയുന്ന ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് എങ്ങനെയാ നിന്ന് ആരാധിക്കുന്നത്? മൗനമായി നിന്ന്. വേർഡ്ലെസ് വർഷിപ്പ് ഓഫ് ആൻ അൺനെയിംഡ് വുമൻ. പേരില്ലാത്ത പെണ്ണിന്റെ വാക്കില്ലാത്ത ആരാധന. ഈസ്റ്റേൺ വർഷിപ്പിന്റെ ഒരു സിമ്പൽ അഥവാ പ്രതീകമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. 2, അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നറിയാമോ? അവൾ ആ വീട്ടിലോട്ട് വന്നപ്പോഴാണ് അവിടെ നടക്കേണ്ട അവിടുത്തെ ചില കുറവുകൾ ആരറിയുന്നത്? അവള്. അതും സ്ത്രീക്ക് ദൈവം കൊടുത്തൊരു കഴിവാ കേട്ടോ. എവിടെ ചെന്നാലും അവിടെ ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ആർക്ക് പറ്റും? സ്ത്രീക്ക് പറ്റും. സ്ത്രീക്ക് ദൈവം കൊടുത്തൊരു വരാത്. അതിന്റെ ഫിസിക്കൽ റീസണും ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ സ്ത്രീകളുടെ കഴുത്തിനേക്കാൾ, ഞങ്ങൾ പുരുഷന്മാരെ കഴുത്തിനേക്കാൾ ഫ്ലെക്സിബിൾ ആണ് ആരുടെ കഴുത്ത്? നിങ്ങളുടെ കഴുത്ത്. ഞാൻ എൻ്റെ കഴുത്ത് ഇവിടുന്ന് തിരിച്ച് ഇവിടം വരെ കൊണ്ടുവരുന്നതിനിടയിൽ നിങ്ങൾ 3 വട്ടം തിരിക്കും. നിങ്ങൾ തിരിക്കുന്നോണക്ക് ഞാൻ തിരിച്ചാൽ ധന്വന്തരവും തേച്ച് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. അല്ല, അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ചെറിയ കാഴ്ചകൾ പോലും കണ്ടെത്താനുള്ള കഴിവ് ആർക്കുണ്ടെന്നറിയാവോ? സ്ത്രീക്ക്. നമുക്ക് അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കൊച്ചുങ്ങളൊക്കെ ആയ സ്ത്രീകളില്ലയോ? ഉണ്ടോ? ഇവിടെ തിരുപ്പ് കണ്ടിട്ട് അച്ഛാ മാട്രിമോണിയലി പരസ്യം കൊടുത്തിട്ടിരിക്കുന്ന ഇരിപ്പാ, ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. പിള്ളേരൊക്കെ ഇത്തിരി വലുതായി കാണും. സ്വന്തം വീട്ടിൽ അപ്പനും അമ്മയ്ക്ക് ഇല്ലയോ? ഉണ്ട്. അപ്പനും അമ്മയ്ക്ക് ഒന്ന് കാണാൻ പോകണമെന്ന് വിചാരിച്ചാ പെട്ടെന്ന് വിസ കിട്ടുവോ? അമേരിക്കൻ വിസ ഇതിനെക്കാട്ടി വേഗത്തിൽ കിട്ടും. ഈ അച്ഛനോട് ചോദിച്ച് അവസാനം വിസ അനുവദിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ അനുവദിക്കുന്നതെന്ന് അറിയാമോ? രാവിലത്തെ ശരണ്യക്ക് പോയിട്ട് ഉച്ചക്കലത്തെ സൊസൈറ്റിക്ക് ഇനി വരണം, അല്ലെ? വിസ അനുവദിക്കുന്ന രീതിയാ. രാവിലത്തെ ശരണ്യക്ക് പോയിട്ട് ഉച്ചക്കലത്തെ സൊസൈറ്റിക്ക് ഇനി വരണം. അപ്പൊ നാളെ നിങ്ങൾ പോവുകയെന്ന് കരുതിക്കൂ. നിങ്ങൾ നാളെ പോവുകയാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോവാ, അമ്മയെ കാണാൻ പോവാ. എത്ര മണിക്ക് രാവിലെ എഴുന്നേക്കണം? 4 മണിക്ക് എഴുന്നേക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ച് അവസാനം 6 മണി ആകുമ്പോഴത്തേക്ക് എന്തിന്റെ ശബ്ദം കേൾക്കുന്നു? ശരണ്യയുടെ ശബ്ദം. നിങ്ങൾ പെട്ടെന്ന് കപ്പിനകത്ത് ഒരു കാപ്പിയൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് നോക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ കസേര ഇരുത്തിയിട്ടുണ്ട്. ആരാ? വായില്ല കുന്നിൽ അപ്പൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുക. എന്നിട്ട് കൊണ്ടുവന്ന് എന്ത് കൊടുത്തു? കാപ്പി കൊടുത്തിട്ട് ഒറ്റോട്ടോ. അപ്പൊ നിങ്ങള് കാണറിയോ, ഇങ്ങേർക്ക് കരുതലില്ലെങ്കിലും ഉണ്ടല്ലോ, ആ ശരണ്യയിലെ കിളി നിങ്ങളെ കാത്തിങ്ങനെ നിൽക്കുക, അല്ലെ? നിങ്ങൾ ചെല്ലുന്ന കാണുമ്പോ കോരിയെടുത്ത് അങ്ങ് അതിനകത്തിടും, ശരണ്യകത്ത് ഇടും. എന്നിട്ട് അവിടെ ചെല്ലും. അപ്പൊ നിങ്ങൾ ചെല്ലുന്നെന്നറിയുമ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെയും കാത്ത് എവിടെ വന്നിരിക്കും? ആ സിറ്റ് ഔട്ടില് വന്നിങ്ങനെ ഇരിക്കും, മോള് വരുന്നത് വരെ, അല്ലേ? എന്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആരുണ്ടാക്കി വെക്കും? ഈ അമ്മ ഉണ്ടാക്കി വെക്കും. ഈ ശരണ്യയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ കർക്കടക മഴ പെയ്യുന്ന പോലെ അമ്മയും മോളൂടെ സംസാരിക്കുന്നേ, ഇല്ലേ? തോരുവോ? ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും മതി വരുവോ? ഇല്ല. ഇത്രയും സംസാരിക്കുന്നതിനിടയില് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥവും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും?
അകത്തോട്ട് പോകും. അപ്പോഴത്തേക്ക് എന്തിന്റെ ശബ്ദം കേൾക്കുമെന്നറിയാമോ? സൊസൈറ്റിയുടെ ശബ്ദം കേൾക്കും. അല്ലെ, തിരിച്ച് സൊസൈറ്റി കയറി ഇവിടെ വന്നിറങ്ങി വീട്ടിലോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ഭാവം മാറുന്നത്. കാരണം എന്താണെന്നറിയാമോ? സെറ്റ് ഔട്ടി നിങ്ങളെ കാത്ത് കണ്ണും നട്ട് കപ്പ് കാത്തിരിക്കുക. രാവിലെ കാപ്പി കൊടുത്ത കപ്പ്, അല്ലേ? ഇത് കാണുമ്പോഴേ വല്ലാത്ത അരിശമാണ്. രാവിലെ കൊടുത്ത വൃത്തിയുള്ള കപ്പ. ഇപ്പൊ നോക്കുമ്പോണ്ടാ ലോകത്തുള്ള എല്ലാ ജീവജാലവും കയറി ഇറങ്ങി നിരങ്ങിയിരിക്കുക. ഇത് കഴിഞ്ഞ് ഇതിനിടയ്ക്കെങ്ങാണം ഇങ്ങേരൊരു കാപ്പിയോ ചായ ഇടാൻ വേണ്ടി അടുക്കള കയറിയിട്ടുണ്ടെങ്കിൽ ആ അടുക്കളയുടെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് ചിന്താകൽപ്പിച്ചു നോക്കിക്കേ. അല്ലേ, തേയിലപ്പൊടി കണ്ടുപിടിക്കാനുള്ള ജൈത്രയാത്രയ്ക്കിടയിൽ എല്ലാ മസാലപ്പൊടിയും എവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്? അവിടെ. അത് കഴിഞ്ഞിട്ട് ഈ ചായ ഇട്ട ഒരു പാത്രത്തിന്റെ കിടപ്പുണ്ട് കേട്ടോ, അല്ലേ? അവസാനം നിങ്ങൾ അന്ന് കഴിച്ച മുഴുവൻ ഭക്ഷണത്തിന്റെയും മുഴുവൻ ആരോഗ്യവും പുറത്തെടുത്ത് ഈ പാത്രം ആഞ്ഞൊരച്ചെങ്കിൽ മാത്രമേ എന്ത് വെളുക്കത്തുള്ളൂ. പക്ഷെ ഈ പാത്രം അങ്ങ് വെളുക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ പാത്രം ഭർത്താവാണെന്ന് സങ്കല്പിച്ച ഒരയ്ക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങ് വെളുക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇത്തരം ചെറിയ കാഴ്ചകൾ കണ്ടെത്താൻ കഴിയും. ഞങ്ങൾ പുരുഷന്മാർക്ക് അത് കപ്പും കാണത്തില്ല, പാത്രവും കാണത്തില്ല, ടാപ്പും കാണത്തില്ല, വെള്ളം. ഞങ്ങളുടെ വിഷയം എന്താണെന്നറിയാമോ? റഷ്യയും ഉക്രൈനും തമ്മിലുള്ള അന്താരാഷ്ട്ര ബന്ധം, അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. ഇതൊക്കെയാണ് ആരുടെ ചിന്താ വിഷയം? ഞങ്ങളുടെ ചിന്താ വിഷയം. അപ്പോൾ ഒരു സ്ത്രീ ചെറിയ കാഴ്ചകളെ പോലും ഒപ്പിയെടുക്കും ക്യാമറകളെക്കാൾ ഭംഗിയായി ചെറിയ കാഴ്ചകളെ പോലും ഒപ്പിയെടുക്കാൻ ആർക്ക് കഴിയും? ഒരു സ്ത്രീക്ക് കഴിയും. ഇവൾ അവിടെ ചെന്നപ്പോ കണ്ടെത്തിയ കാര്യം എന്താണെന്നറിയാമോ? യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആ വീട്ടിൽ ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? കാല് കഴുകണം, എണ്ണ തേക്കണം, ചുംബിക്കണം. ശീമോൻ ചെയ്തോ? ഇല്ല. കാരണം എന്താ? യേശു ക്രിസ്തുവിന്റെ പ്രൊഫൈൽ മെച്ചപ്പെടുത്താനല്ല, സ്വന്തം സ്റ്റാറ്റസ് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ കാപട്യമുള്ള ഒരു മനുഷ്യൻ വിളിച്ചു വരുത്തിയ ക്രിസ്തു. അതുകൊണ്ട് അവൻ ഉചിതമായ രീതിയിലാണോ സ്വീകരിച്ചത്? അല്ല. ആ വീട്ടിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഒന്ന്, അവൾ ആ വീട്ടിൽ പോയിട്ട് നിന്നത് എവിടാന്നറിയാമോ? 7-ാം അധ്യായം 38-ാം വാക്യം. യേശു ക്രിസ്തുവിന്റെ പാദത്തിന്റെ പിറകിലാണ് ക്രിസ്തു ഇരിക്കുക. ദാണ്ടേ ഈ അമ്മച്ചിമാരൊക്കെ എവിടെ ഇരിപ്പുണ്ട്? കസേര ഇരിപ്പുണ്ട്. കസേര ഇരുന്നാലേ കാലിന്റെ പുറകെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അവൾ നിന്നയിടം ക്രിസ്തുവിന്റെ പാദത്തിന്റെ പിറകിൽ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഇരിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഇരിപ്പിനെ അടയാളപ്പെടുത്തുന്ന പദം ഏതാണെന്നറിയാമോ? ഗ്രീക്ക് വാക്കായ കാറ്റാക്ലിനോ എന്ന് പറയുന്ന വാക്കാണ്. കാറ്റാക്ലിനോ എന്താ അതിന്റെ പ്രത്യേകത? എന്താ അത് നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടുമ്പം എവിടെ ഇരിക്കുന്നത്? താഴെയായിരിക്കുന്നത്, അല്ലെ? ഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയതാ. ഇനിയിപ്പോ ഇരിപ്പൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇരിക്കുന്നത് എവിടാണ്? താഴെയാണ്. ഇനി നോർത്ത് ഇന്ത്യക്കാര് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എവിടാ? താഴെയായിരിക്കുന്നത്, അല്ലേ? ആ നോർത്ത് ഇന്ത്യക്കാര് താഴെ ഇരുന്നിട്ട് ആ ചമ്മണക്കാലൊക്കെ അങ്ങോട്ട് പൂട്ടി ഒരു പ്ലേറ്റ് എടുത്ത് ചപ്പാത്തി, അച്ചാറ്, ദാല് ഇതൊക്കെ അങ്ങോട്ട് വെച്ച് കഴിക്കുന്ന കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു വല്ലാത്ത കൊതി തോന്നും. എന്താ? നിലത്തിരുന്ന് നമുക്കൊന്ന് കഴിക്കാം. അതാണ്ട് ഇവിടെ കുറച്ച് പാവങ്ങൾ വന്ന് എവിടെ ഇരിപ്പുണ്ടെന്ന് അറിയാവോ? നിലത്തിരിപ്പുണ്ട്. ഇത്തിരി കഴിയുമ്പോൾ കൺവെൻഷൻ കഴിയുമ്പോൾ ഈ പാവങ്ങൾ എഴുന്നേക്കുന്ന ഒന്ന് കാണണം കേട്ടോ. പതഞ്ജലിയുടെ യോഗശാസ്ത്രൂത്ര പറയുന്ന എല്ലാ യോഗാസനങ്ങളും പുറത്തെടുത്തിട്ടായിരിക്കും ആരെഴുന്നേക്കാൻ പോന്നേ, അല്ലേ? നമ്മൾ നോർത്ത് നോക്കിക്കേ. അപ്പൊ അന്നേരം നമ്മളൊരു വാശിക്ക് നിലത്തിരുന്ന് കഴിക്കാൻ തീരുമാനിച്ച, മലയാളികൾ ഇരിക്കാൻ തീരുമാനിച്ച ആ ഇരിപ്പ് എങ്ങനെ ആയിരിക്കും? കാലൊക്കെ പിടിച്ചോടിച്ച് മടക്കി വെക്കണം. അത് കഴിഞ്ഞ് മുമ്പിൽ ഇലയിടും, എല്ലാ ഐറ്റവും വിളമ്പും. പക്ഷേ ഒരിക്കലും ഒരു മലയാളിക്ക് ചമ്മണക്കാലിട്ടിരിക്കുമ്പോൾ മുമ്പിൽ വിളമ്പുന്ന ഐറ്റം കാണാൻ പറ്റത്തില്ല. കാരണം എന്താ?
ഈ വയറിനെ അതിജീവിച്ചിട്ട് വേണം എന്തു നോക്കാനായിട്ട്, ഭക്ഷണം നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ യഹൂദന്റെ ഇരിപ്പ് എന്താണെന്ന് നമ്മൾ നോക്കണം. യഹൂദന്മാർ ഭക്ഷണത്തിന് ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെ ഈ കൊരണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കണ്ടിട്ടുണ്ടോ മക്കളെ? ഓ ഇല്ല, ഇല്ലയോ? മ്യൂസിയത്തിൽ പോണം കേട്ടോ. തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. എന്താ? കൊരണ്ടി അല്ലേ? അല്ലെ, ഇനി 2 കൊരണ്ടി ഉണ്ടാക്കി കൊടുക്കണേ പിള്ളേർക്കൊക്കെ കേട്ടോ. പിള്ളേർ കൊരണ്ടി കണ്ടിട്ടില്ല. അധികം പൊക്കയില്ലാത്ത ഇരിക്കുന്നൊരു തല. പക്ഷെ ഇപ്പോഴത്തെ ഈ തിരുവത്താഴമൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ, അതായത് എന്താ, മാർബിൾ ടോപ്പ് മേശയുടെ പുറത്താ കർത്താവ് എന്ത് ആഘോഷിച്ചത്? തിരുവത്താഴ. പക്ഷെ ഇത് അധികം പൊക്കയില്ലാത്തൊരു, ഇതിനകത്ത് കാലിങ്ങനെ പുറകോട്ടിട്ടിരിക്കും. എന്നിട്ട് ഇടതുവശം ചാഞ്ഞ് വലത് കൈ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടിട്ടാണ് യഹൂദന്മാർ എന്തിനിരിക്കുന്നത്. പക്ഷെ ഈ ഇരിപ്പിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാറ്റാക്ലിനോ. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്തറിയോ? റിക്ലൈൻഡ്. എന്താണ് റിക്ലൈൻഡ്? റിക്ലൈനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താ റിക്ലൈനർ? എന്താ റിക്ലൈനർ? നമ്മള് വീടിന്റെ മുമ്പിൽ കിടക്കുന്ന ചാരുകസേര കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അത് റിക്ലൈനറാ, ചാരുകസേര അല്ലേ? ഞാൻ പറയും, ഒരു കാലത്ത് അമ്മച്ചിമാര് രക്ഷപ്പെട്ടത് ഈ ചാരുകസേര ഉള്ളതുകൊണ്ട്. അതിന്റെ കാരണം എന്തറിയോ? അന്ന് വീട്ടിലൊരു കാരണവര് കാണും അല്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ നിൽക്കുന്നത് എങ്ങനായിരിക്കും? വളരെ ഉപചാരപൂർവ്വ. വീട്ടിൽ പിള്ളേരുടെ എണ്ണം എത്രയാണ്? 10, 11, 12 അല്ലേ? ഇത്രയും പിള്ളേരൊക്കെ കാണും. വരുമാനം ഉണ്ടോ? ഇല്ല, കാർഷിക വരുമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഇത്രയും പിള്ളേർ വയറ് നിറയ്ക്കാന്ന് പറഞ്ഞ ഒരു സാഹസം ആണോ? ആണ്. ഈ കാരണം അവര് രാവിലെ കയറി അളന്നു കൊടുക്കും. എന്താ? ഇടങ്ങഴി അരി, അതിന്റെ 2 ഇടങ്ങഴി കപ്പ, അതിന്റെ സാധനം എല്ലാം അളന്നു കൊടുക്കും. അതിലൊരു പൊടി അധികം ഇട്ട് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ എങ്ങാനും വെച്ചാൽ അവസാനം വിളമ്പി വരുമ്പോ ആർക്ക് കിട്ടത്തില്ല. ഓർത്തോ, അപ്പനും അമ്മയൊക്കെ, പ്രത്യേകിച്ച് അമ്മമാരും മുണ്ടുമുറുക്കി ഉടുത്താണ് ഈ മക്കൾക്ക് എന്ത് കൊടുത്തത്? ഭക്ഷണം കൊടുത്ത്. ആ പാവങ്ങളുടെയൊക്കെ അന്നത്തെ കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ പിന്നെ അന്നത്തെ അമ്മച്ചിമാര് കണ്ടുപിടിച്ച സാധനമാ ഈ റിക്ലൈനർ. കാരണം അറിയോ? ഈ മൂശാട്ടയായ മൂപ്പിലാനെ രാവിലെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് വീടിന്റെ പുറത്ത് കൊണ്ടിടാൻ കണ്ടുപിടിച്ച സാധനമാണ്. ഏത്? ഇതിനകത്തൊന്നും ഒരു നടക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? കാരണം തുണിയുടെ ചാര അല്ലേ? ഒരു തരത്തിൽ എഴുന്നേക്കാൻ പറ്റുമോ? ഇല്ല. അതിനകത്ത് രാവിലെ ആഘോഷമായിട്ട് കൊണ്ടുവന്ന് ഇതിനകത്തിടും. മാത്രമല്ല, തുപ്പാൻ പോലും എഴുന്നേപ്പിക്കത്തില്ല. കാരണം എന്താ അറിയോ? ഇയാൾ തുപ്പാൻ വേണ്ടി എഴുന്നേറ്റ് പെരയ്ക്കാത്ത വരും. വന്നാ മെനക്കേടാ. അതുകൊണ്ട് തുപ്പാൻ വേണ്ടി എന്തുകൊണ്ട് കൊടുക്കും? അതുകൊണ്ടാ ഈ പഴയ അമ്മച്ചിമാരൊക്കെ ഈ ചാരുകസേര കണ്ട തൊട്ട് കുരിശു വരയ്ക്കും. കർത്താവ് ഇതുള്ളതുകൊണ്ടാ എത്ര ഇടിയിന്ന് രക്ഷപ്പെട്ടത്. അപ്പോ കർത്താവിന്റെ ഈ ഇരിപ്പെന്ന് പറഞ്ഞ കാല് പുറകോട്ടിട്ട് ഇടതുവശത്തോടൊന്ന് ചാഞ്ഞ് വലത് കൈ ഫ്രീ ആയിട്ടിട്ടിങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് പുറകോട്ടിട്ട കാലിന്റെ അവിടെ ചെന്നിട്ട് ആര് നിൽക്കുന്നത്? പാപിനിയായ സ്ത്രീ. എന്തിനാ അവക്ക് എവിടൊക്കെ നിൽക്കായിരുന്നു? അടുക്കള പോയി നിൽക്കായിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കള പോയി നിൽക്കായിരുന്നു. അല്ലെ അവിടെ പല മനുഷ്യരും വന്നിട്ട് അവിടെ നിൽക്കായിരുന്നു. അല്ലെ മുറ്റത്ത് നിൽക്കായിരുന്നു. ഇവിടെ ഒന്നും നിൽക്കാതെ യേശുവിന്റെ പാദത്തിൽ പോയി നിന്ന്. എന്താണെന്നറിയാവോ? ഞാൻ പറയും, പാദം ജീവിതത്തെ കുറിക്കുന്നതാണ്. എന്തിനെ കുറിക്കുന്നതാ? ഒരു മനുഷ്യന്റെ ഓട്ടത്തിന്റെ, ജീവിതത്തിന്റെ അടയാളമാണ് എന്തെന്ന് പറയുന്നത്. അപ്പം കാല് കണ്ടാൽ എന്തറിയാന്നാ പറയുന്നേ? ജീവിതം അറിയാം. അതുകൊണ്ടാ അപ്പന്റെ അമ്മയുടെ ഒക്കെ കാല് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തൊട്ട് എന്താ വണങ്ങുന്നത്? അപ്പന്റെ കാലിനെ വണങ്ങുവാന്നോ? അപ്പന്റെ കാലിന് വലിയ സൗന്ദര്യം ഉണ്ടോ? ഇല്ല, പൂത്തുപടച്ച കാല അല്ലേ? വളർന്ന നഖം ആണോ? ആണ്. ആ നഖത്തിന്റെ ഒക്കെ കട്ടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ കാലിന്റെ സൗന്ദര്യം കൊണ്ടാണോ തൊട്ട് വണങ്ങുന്നത്? അല്ല. ആ കാലെ നോക്കുമ്പോ നമുക്കറിയാം ആ മനുഷ്യൻ ഓടിത്തേഞ്ഞത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. ഓടിത്തേഞ്ഞ കാലുകൾ. കാലിലേക്ക് നോക്കിയാൽ കാൽ എന്തിന്റെ പ്രതീകമാണെന്നറിയോ? ജീവിതം. ഈ പാപിനിയായ സ്ത്രീ അവിടെ വരുന്ന എന്തിനാണെന്നറിയാമോ? അവക്കറിയാം അവിടെ ജീവിതം ശരിയല്ലെന്ന്. നമ്മളും പാടാറുണ്ടല്ലോ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല. അവിടെ പാട്ട് കേട്ട ആരുടെ ജീവിതം ശരിയാകാത്തത്? അമ്മായിയമ്മയുടെ മുഖത്ത് നോക്കി മരുമോള് പാടുക, ജീവിതം ഇന്നും ശരിയായിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്? പാടുന്നത്. എന്ത് ശരിയായില്ലെന്ന്?
ജീവിതം ശരിയായില്ല. ശരിയാകാത്ത ജീവിതങ്ങൾ ശരിയാകാൻ വേണ്ടിയാണ് ആരുടെ പാദപീഠത്തിൽ വന്ന് നിൽക്കുന്നത്? യേശുവിന്റെ പാദപീഠത്തിൽ. ശരിയാകാത്ത ജീവിതങ്ങൾ ശരിയാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കാൻ നാം അവന്റെ വിശുദ്ധ നമ്മുടെ ജീവനാം. നോക്കിക്കേ, യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കുന്ന എന്തിനാ? അവന്റെ ജീവിതം പഠിക്കാനാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാൾ യേശുവിന്റെ ജീവിതം പഠിക്കുന്ന പെരുന്നാളായിട്ട് മാറണം. യേശുവിന്റെ ജീവിതം അറിയുന്ന പെരുന്നാളായിട്ട് ഇത് മാറണം. അവൾ അവിടെ വന്ന് യേശുവിന്റെ പാദത്തിലേക്ക് നോക്കുകയാണ്. ഈ കാലിന് ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇത് കലികാലമാണ്. ആണോ അല്ലയോ? ആണ്. വീട്ടിൽ അച്ചായന്റെ ദേഷ്യം ഇരിക്കുന്ന എവിടെ? എവിടെ ഇരിക്കുന്നത്? മൂക്കിന്റെ അറ്റത്താ അല്ലേ? പാണ്ഡിത്തിട്ട ഈ ദേഷ്യം വന്നിരിക്കുന്ന സ്ഥലം ഏതാ? കാരണം അപ്പുറത്ത് വേറെ രാജ്യമായോണ്ട് ദേഷ്യം ഇല്ലാതെ വന്നിരിക്കുന്ന എവിടാ? മൂക്കിന്റെ അറ്റത്താ. ആന്റിയുടെ ദേഷ്യം എവിടെയാണ്? ഇതിൽ തിളച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ചാടാൻ നിൽക്കുന്ന കടുവിന്റെ കൂട്ടം അല്ലേ? എപ്പോ വേണേലും പൊട്ടിത്തെറിക്കാനുള്ള ഹൈലി ഇൻഫ്ലേമബിളാ. എപ്പോ വേണേലും തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടെണ്ണത്തെക്കാളും ദേഷ്യവാ. ആർക്കാന്നറിയാവോ? ഈ LKG-യിലും UKG-യിലും പഠിക്കുന്ന പിള്ളേർക്ക് അല്ലേ? ഇതൊക്കെ തിരിഞ്ഞു നിന്നാലേ നമ്മള് കൈകൂപ്പ്. പണ്ടൊക്കെ നമ്മള് അപ്പന്റെ അമ്മയുടെ പുറകടക്കായിരുന്നു. പ്രോഗ്രസ് കാർഡിലൊന്ന് ഒപ്പിട്ട് തരുമോന്ന്. ഇന്ന് അപ്പനും അമ്മയും പിള്ളേരെ പുറകടക്കാം. മോനെ ഒപ്പിടണോടാ എന്ന് ചോദിച്ചോണ്ട്. ഇത് കലികാലാണ്. കലി കേറുന്ന എലിക്കടാന്നറിയാവോ? എലിക്കട, കലി കേറുന്ന എലിക്കട നമ്മൾ പറയാറില്ലേ? അത് കേട്ടപ്പം കാലേ കൂടെ ഒരു പെരുപ്പ് തുടങ്ങി. അപ്പൊ പെരുപ്പ് തുടങ്ങുന്ന ഇതിലേ കൂടാ. പെരുപ്പ് തുടങ്ങുന്ന ഇതിലേ കൂടാ, കാലേ കൂടാണ്. അപ്പൊ കലി കയറുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? കാലെന്ന് പറയുന്നത്. ഇനി കാലം കയറുന്ന ഇതിലേ കൂടാന്നറിയാവോ? ഇതിലേ കൂടാ, കാലം കയറുന്ന ഇതിലേ കൂടാ. നമ്മുടെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്, കാലിൽ തുടങ്ങി തലവരയെത്തുവോളം അനുതാപത്തിനായി ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. കാലിൽ തുടങ്ങി തലവരയെത്തുവോളം അനുതാപത്തിനായി എന്ന് വെച്ചാൽ ഒരാൾ മരിക്കാൻ തുടങ്ങുമ്പോ ആദ്യം തണുക്കാൻ തുടങ്ങുന്നത് എവിടാന്നറിയോ? എവിടാ? കാല് തണുക്കാൻ തുടങ്ങുമ്പോ ഓർത്തോണം, പണി തീരാൻ. ചിലൊക്കെ കാല് തട്ടി നോക്കുന്നു കേട്ടോ, തണുപ്പുണ്ടോന്നൊരു സംശയം അല്ലേ? ഇല്ല, പെരുന്നാളൊക്കെ കഴിഞ്ഞോളൂ കേട്ടോ, ഉടനെ പോത്തില്ല. അപ്പം കാല് ഇങ്ങനെ തപ്പി നോക്കുക, തണുത്ത് തുടങ്ങിയോന്നും. ഈ അടുത്ത സമയത്ത് ഒരപ്പച്ചൻ ഇത്തിരി വയ്യാതെ കിടക്കാണ്. 3 മക്കളാ, 2 കാനഡയും 1 ലണ്ടനുമാ. വിളിച്ചു പറഞ്ഞു, സ്നേഹമുള്ള മക്കളായുണ്ട്. അവർ വന്നു. തിങ്കളാഴ്ച വന്നവർക്ക് ശനിയാഴ്ച പോണം. അവർ വന്നത് എന്തിനാന്നറിയാവോ? എന്തിനാ? കട്ടിലേ കിടക്കുന്ന അപ്പച്ചനെ എവിടെ കൊണ്ടുവെക്കണം? അപ്പം തിങ്കളാഴ്ച ക്ഷീണമൊക്കെ മാറി ചൊവ്വാഴ്ച രാവിലെ മുതൽ 3 പേരും കസേരയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇടക്കിടക്ക് ഓരോ മണിക്കൂർ കഴിയുന്തോറും ഇവർ ചെന്നിട്ട് അപ്പച്ചൻ്റെ കാലെ പിടിച്ച് നോക്കുന്നുണ്ട്. കാല് തണുത്തോന്നാ നോക്കുന്നത്. 3 മക്കള് മാറിയും തിരിഞ്ഞും കാലെ പിടിച്ചപ്പോ കാലങ്ങ് ചൂട് പിടിച്ചു. പിന്നെ അപ്പച്ചൻ 6 മാസത്തോടെ ജീവിച്ചിരുന്നു. അപ്പം കാലേ കൂടാണ് എന്ത് കയറുന്നത്? കാലം കയറുന്നത്. പക്ഷെ കാലെന്തിനെ കുറിക്കുന്ന അറിയോ? ജീവിതത്തെ. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ജീവിതം നന്മയുള്ളതാകുന്ന പാദങ്ങൾ സുന്ദരമായിരിക്കും. അവിടെ നോക്കി ജീവിതം പഠിക്കാം. പരിശുദ്ധനായ പൗലോസ്ലീഹായെ സംബന്ധിച്ച് പറയുന്ന ഒരു പാരമ്പര്യ സംഭവമുണ്ട്. പൗലോസ്ലീഹ ജയിലിൽ കിടക്കാണ്. അദ്ദേഹത്തിന്റെ കാലിൽ ചങ്ങലയിട്ട് പൊട്ടിയിട്ടുണ്ട്. നീര് വന്ന് വീർത്തിരിക്കുക. ചോരയും ചലവും ഇങ്ങനെ ഒഴുകിയിറങ്ങുന്നുണ്ട്. ഈ സമയത്ത് വേദന കൊണ്ട് ഞരകുന്നുണ്ട് അദ്ദേഹം. അപ്പോ കാരാഗ്രഹത്തിന്റെ കാവൽക്കാരൻ വന്നിട്ട് പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, പോൾ, നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടോടാ? എന്താ ചോദിച്ചതിന്റെ അർത്ഥം എന്നറിയാവോ?
അന്ന് ജീവിക്കാൻ നല്ല വകയുള്ള ആളാ ആര്? പോൾ. കാരണം എന്താ? ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ച ആളാ. അറിയാത്ത ഫിലോസഫി ഒന്നുമില്ല. റോമ പൗരന, യഹൂദ വംശജന. ഇത്രയൊക്കെ മതി ഒരു മനുഷ്യൻ അന്നത്തെ കാലത്ത് അന്തസ്സോടെ നിൽക്കാൻ. അപ്പോഴാണ് ഈ ജയിലിൽ കിടന്ന് കാലെ ചങ്ങലയിട്ട് കാലും പൊട്ടി നീരും വന്ന് അതിന് മൂലയ്ക്ക് കുത്തിയിരുന്ന് ഞരങ്ങുന്നത്. പൗലോസ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? എൻ്റെ മുറിവുകളല്ല. ഇത് ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? എൻ്റെ പ്രശംസയായ യേശുവിന് വേണ്ടിയാണ്. പൗലോസിന്റെ കാലെ നോക്കാമെങ്കിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ആരെ കാണാൻ പറ്റും? യേശുവിനെ കാണാൻ പറ്റും. നമ്മുടെ കാലെ നോക്കി ആരെ കാണാൻ പറ്റും? നമ്മുടെ കാലെ നോക്കിയാലേ ആരെ കാണാൻ പറ്റും? ഓർക്കുക, പാദങ്ങൾ ജീവിതത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഈ പെരുന്നാൾ യേശുവിന്റെ ജീവിതം പഠിക്കുന്ന പെരുന്നാളാകണം, മറ്റൊന്നാകരുത്. യേശുവിന്റെ ജീവിതം പഠിക്കുന്ന ജീവിതം. നമ്മുടെ ജീവിതം ഇന്ന് ശരിയായിട്ടില്ല. നമ്മളാരും വിശുദ്ധരൊന്നുമല്ല. നമ്മളൊത്തിരി കുറവും പാപമുള്ള മനുഷ്യരാ. നമ്മൾ മെച്ചപ്പെടണമെങ്കിൽ ആരുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കണം? യേശുവിന്റെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി പഠിക്കണം. രണ്ടാമത് അവൾ നിന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത്. 2, അവൾ ഒരു യാത്ര തുടങ്ങുകയാണ്. 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അവള് കർത്താവിന്റെ കാല് കണ്ടപ്പോണ്ടല്ലോ കരയാൻ തുടങ്ങി. തോരാമഴ പോലെ കരയാൻ തുടങ്ങി. ആലോചിച്ച് നോക്കിക്കേ, കണ്ണുനീര്. എന്തുകൊണ്ടാ? കർത്താവിന്റെ കാല് കണ്ടപ്പോ കരഞ്ഞു പോയത് എന്താ? ആ കാലയിൽ അവൾ കണ്ട എന്താ? യേശുവിന്റെ ജീവിതമാണ്. ആ ജീവിതം കണ്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ എത്രമാത്രം പാപിയാണെന്ന്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം. എന്നറിയാവോ? ഏത് കൊള്ളരുതായ്മ കാണിച്ചാലും തെറ്റാണെന്നുള്ള ബോധമില്ല, പാപബോധമില്ല. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം തരുന്നത്. ദൈവാത്മാവാണ് നമ്മൾ പാപബോധം തരുന്നത്. എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് എന്തില്ല? പാപബോധമില്ല. പക്ഷേ യേശുവിന്റെ ജീവിതത്തിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ സ്വന്തം പാപത്തെ ഓർത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. പത്രോസ് എപ്പോഴാ കരഞ്ഞത്? അവന്റെ തെറ്റുകൾ ബോധ്യപ്പെട്ട് യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോഴാ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കരയാൻ. നാഥാൻ നന്മയിലേക്ക് വിരൽ ചൂണ്ടിയപ്പോഴാ ആര് കരയാൻ തുടങ്ങിയത്? ദാവീദ് കരയാൻ തുടങ്ങിയത്. അങ്ങനാണെങ്കിൽ ഈ പെരുന്നാൾ കണ്ണീരിന്റെ പെരുന്നാളാകണം. കണ്ണുനീരിന്റെ പെരുന്നാൾ ഏതാണെന്നറിയോ? അതല്ല, നമുക്കറിയാം. ദുഃഖത്തിന്റെ പെരുന്നാൾ ഏതാണെന്നറിയോ? ഏതാ ദുഃഖത്തിന്റെ പെരുന്നാൾ? ഏതാ? ചൊവ്വാഴ്ച ശീമ നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ട്, താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. ദുഃഖത്തിന്റെ പെരുന്നാളാണ് അനുതാപത്തിന്റെ കണ്ണീർ. അപ്പൊ ഈ പെരുന്നാളിൽ നിങ്ങൾ ഈ പള്ളിക്കകത്ത് നിക്ഷേപിക്കേണ്ട എന്താണെന്നറിയാവോ? എന്താ? കണ്ണീര, കണ്ണുനീര. നിങ്ങളുടെ സ്തോത്ര കാഴ്ച കണ്ണീരാകണം. ചെയ്തു പോയ കുറവുകളെ പറ്റി കണ്ണുനീർ നിക്ഷേപിക്കാൻ, അനുതാപത്തിന്റെ കണ്ണുനീർ നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് ആദ്യം അറിയുന്ന രുചി എന്തിന്റെ രുചിയാ? മുലപ്പാലിന്റെ രുചിയൊന്നുമല്ല, കണ്ണീരിന്റെ രുചിയാ. ഈ പറക്കുന്ന പിള്ളേര് എങ്ങനെയാ പറക്കുന്നേ? ചിരിച്ചോണ്ടാന്നോ? അല്ല, പിന്നെ എങ്ങനെയാ പറക്കുന്നേ? ഇനി ഏതെങ്കിലും കൊച്ചുങ്ങൾ കരഞ്ഞില്ലെങ്കിൽ പിറപ്പിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്യും? കരയിപ്പിക്കും. കരഞ്ഞെങ്കിലേ ലങ്സ് ഓപ്പൺ ആവത്തുള്ളൂ. ഈ കരഞ്ഞു കഴിയുമ്പോണ്ടല്ലോ കണ്ണീർ ഒലിച്ചിറങ്ങുന്നത് എങ്ങോട്ടാ? തമ്പുരാൻ എത്ര അർത്ഥവത്തായിട്ടാ വെച്ചേക്കുന്നത്. എങ്ങോട്ടാ ഒലിച്ചിറങ്ങുന്നത്? വായിലോട്ടാ. കണ്ണീരിന്റെ രുചി എന്താ? കണ്ണീരിന്റെ രുചി എന്താ മക്കളെ? ഉപ്പ് രുചിയാ. കണ്ണീരിന്റെ രുചി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതുന്നുണ്ട്, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. നമുക്കറിയാം, തലശ്ശേരി ബിരിയാണി വെച്ചിട്ട് ഉപ്പിട്ടില്ലേ കൊള്ളാവോ? ഇല്ല. ജീവിതത്തെ പലഹാരത്തോടാ കവി ഉപമിക്കുന്നേ. ജീവിതമാകുന്ന പലഹാരത്തിന് രുചി ഉണ്ടാകണമെങ്കിൽ എന്തിന് ഉപ്പ് വേണം?
ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും രുചി നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിന്റെ രുചിയാണെന്നറിയാവോ? നമ്മൾ ഒഴുക്കിയ കണ്ണീരിന്റെ രുചിയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്, അല്ലേ? പണ്ട് പഠിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് പോയി കരഞ്ഞു കാണും. ഇപ്പൊ ജോലി കിട്ടി ശമ്പളം വാങ്ങിക്കുമ്പോഴോ സന്തോഷം. രുചി എന്തിന്റെയാ? കണ്ണീരിന്റെ ഉപ്പ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ ഭാരതത്തിന്റെ ഇതിഹാസം ഉണ്ടല്ലോ. ഭാരതത്തിന്റെ ഇതിഹാസം മഹാഭാരതം, അല്ലേ? മഹാഭാരതം എഴുതിയ ആരാ മക്കളെ? മഹാഭാരതം എഴുതിയ ആരാ? മിടുക്കൻ വ്യാസൻ, അല്ലേ? വേദവ്യാസന. മഹാഭാരതത്തിൽ എത്ര ഗ്രൂപ്പുണ്ട്? എത്ര ഗ്രൂപ്പുണ്ട്? 2 ഗ്രൂപ്പ്. ഏതൊക്കെ ഗ്രൂപ്പാ? പാണ്ഡവരും കൗരവരും. ഇവര് തമ്മിൽ നടത്തുന്ന യുദ്ധമാണ്. ഏത് യുദ്ധം? കുരുക്ഷേത്ര യുദ്ധം, അല്ലേ? നമ്മുടെ പള്ളിയിലൊക്കെ എത്ര ഗ്രൂപ്പുണ്ട്? അപ്പൊ ഇവരൊക്കെ നടത്തുന്ന യുദ്ധത്തിന് എന്തോ പേര് കൊടുക്കണം? അപ്പൊ ഈ പാണ്ഡവരുടെ അമ്മയുടെ പേരെന്താന്നറിയോ? എന്താ? കുന്തി. കുന്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്ത് കേട്ടാലും കരയും. സന്തോഷം വന്നാലും കരയും, സങ്കടമാണേലും കരയും. അപ്പോഴാ ഒന്നോർത്ത് നോക്കിക്കുക, മോക്ക് സിവിൽ സർവീസ് കിട്ടി. കുന്തി എന്ത് ചെയ്യും? കരയും. മോള് തോറ്റുപോയെന്ന് കേട്ടാൽ എന്ത് ചെയ്യും? കരയും. ഇപ്പൊ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു കേട്ടോ. പാണ്ഡവർ യുദ്ധത്തിൽ ജയിച്ചു. കൃഷ്ണൻ വന്ന് കുന്തിയോട് പറഞ്ഞു, കുന്തി നീ അറിഞ്ഞോ? എന്താ? നീ അറിഞ്ഞില്ലേ ഇതുവരെ? ഇല്ല. നിന്റെ മക്കള് യുദ്ധം ജയിച്ചു. കുന്തി എന്ത് ചെയ്ത് കാണും? കരഞ്ഞു. കരഞ്ഞപ്പോ കൃഷ്ണൻ ചോദിക്കുക, എന്തിനാടി നീ കരഞ്ഞത്? അപ്പൊ ഈ നിറമിഴികളോടെ, നിറമിഴി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കണ്ണീർ പുറത്തോട്ട് ഒഴുകത്തില്ല, 2 കണ്ണ് ഇങ്ങനെ നിറഞ്ഞിരിക്കും. എന്നിട്ട് കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ എന്തിനാ കരയുന്നതെന്നറിയാവോ? എനിക്കിപ്പോഴും നിന്നെ മനസ്സിലായിട്ടില്ല. നിന്നെ അറിയാൻ വേണ്ടിയാണ് ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുദമ്പുരാന്റെ പാദപീഠത്തിൽ നിന്ന് പാപിനിയായ സ്ത്രീ കരഞ്ഞെങ്കിൽ ആ കരച്ചിൽ എന്ത് വേണ്ടിയായിരുന്നറിയാമോ? കർത്താവിനെ അറിയാൻ വേണ്ടിയാണ്. ഈ രാത്രി അനുതാപത്തോടെ കരയുന്ന രാത്രിയാകണം. യേശുവിനെ അറിയുന്ന രാത്രിയാകണം. കർത്താവിനെ അറിയാൻ വേണ്ടി കരയണം. രണ്ടാമത്തെ പ്രത്യേകത എന്തറിയോ? ഒരു യഹൂദ ചിന്തകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഫിലോ എന്ന. ഫിലോ എഴുതുന്നുണ്ട്, നമുക്ക് അറിയാലോ കണ്ണീരിന് രുചി എന്താ? ഉപ്പ്. ഫിലോ എഴുതുന്നത് എങ്ങനെയാണ്? യഹൂദന്മാർക്കിടയിലും അറബികൾക്കിടയിലും ഒക്കെ 2 പേര് സുഹൃത്തുക്കളാണ്. അവരുടെ സൗഹൃദം പുതിയ ഭാഷ പറഞ്ഞ ലൈവാണ് എന്ന് പറയുന്നതിന് അവർ ഉപയോഗിക്കുന്നത് there is salt among us. അവർക്കിടയിൽ എന്തുണ്ട്? ഉപ്പുണ്ട്. നമുക്കറിയാം, ഉപ്പുള്ളിടത്ത് എന്ത് കാണും? നനവ് കാണും. ഉണ്ടോ? ഉപ്പുള്ളിടത്ത് നനവ് കാണും. നനവുള്ള സൗഹൃദം എന്നൊക്കെ മലയാള ഭാഷയിൽ എഴുതും. നനവുള്ള എന്ന് വെച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പ് ലൈവാണെന്നാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? പാപിനിയായ സ്ത്രീ കണ്ണീരിന്റെ ഉപ്പ് യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുകയാണ്, കർത്താവേ, ഇത്രയും കാലം എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇന്നൊരു ചങ്ങാതിയെ കണ്ടെത്തി. ആ ചങ്ങാതി ആരാന്നറിയാവോ? അത് നീയാ. എന്ന് വെച്ചാൽ യേശുവിനെ അറിഞ്ഞു എന്ന് മാത്രമല്ല, അവളുടെ യേശുവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അവളുടെ ചങ്ങാത്തം അതെന്താക്കി മാറ്റുകയാണ്? ലൈവാക്കി മാറ്റുകയാണ്. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ലൈവാണോ? ആണോ? നമ്മൾ നോർത്ത് നോക്കിക്കേ. മാമോയിസ മുങ്ങിയെന്നുള്ളത് ശരിയാ, പക്ഷെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ലൈവാണോ? ടു തിങ്ക്, ചിന്തിക്കുക. യേശുവും ഞാനും തമ്മിലുള്ള എന്റെ ബന്ധം ലൈവാണോ? സജീവമാണോ? ഇവിടെ വന്ന് ഉറക്കം തൂങ്ങി പോയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് പണ്ഡിതിന്റെ പല മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം ലൈവാണോ? ഈ പെരുന്നാൾ എന്തിനാണെന്നറിയാമോ? മരവിച്ച് കിടക്കുന്ന നിന്റെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ എന്താക്കാൻ വേണ്ടിയുള്ള പെരുന്നാളാണ് ഇത്. ലൈവ്, അല്ലാതെ ഈ ലൈവിന് വേണ്ടിയുള്ള അല്ല. ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താക്കി മാറ്റാനുള്ളതാ? ലൈവാക്കി മാറ്റാനായിരിക്കണം. ഈ പെരുന്നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം ലൈവാകണം.
ലൈവായ പോരാ, പിന്നെ എന്താകണമെന്നറിയാമോ? കണ്ണീരിന്റെ ഉപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. യാഗം നടത്തുകയാണെങ്കിൽ ആ യാഗത്തിൽ എന്ത് വേണമെന്നറിയാമോ? ഉപ്പ് വേണം. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അതുണ്ട് കേട്ടോ. പിന്നെ വായിച്ചാൽ മതി. യാഗത്തിലെ ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുവാണ് എന്ത്? ഉപ്പ്. അതുകൊണ്ടാണ് കുർബാനയപ്പം കുഴച്ചു വെക്കുമ്പോൾ നമ്മൾ അതിൽ എന്ത് ചേർക്കാറുണ്ട്? കുർബാനയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചു വെക്കുമ്പോൾ അതിൽ എന്ത് ചേർക്കാറുണ്ട്? ഉപ്പ്. മനുഷ്യന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് കാഴ്ചയായി സമർപ്പിക്കുന്നത്. അപ്പോൾ അവൾ കണ്ണീരിന്റെ ഉപ്പ് യേശു തമ്പുരാന്റെ പാദത്തിൽ നേർച്ചയായിട്ട് സമർപ്പിക്കുമ്പോ, കണ്ണീരെ യേശുവിന്റെ പാദത്തിൽ നേർച്ചയായിട്ട് സമർപ്പിക്കുമ്പോഴേ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? കർത്താവേ, ഇനി ഞാനല്ല, നീയാണ് എന്നിൽ വളരേണ്ടത്. അല്ലേ? യോഹന്നാൻ മാബ്ദാന പറഞ്ഞല്ലോ, എന്താ? ഞാനോ കുറയണം, അവനോ ഒരു ധനഹായ എന്ന്. ഞാനോ കുറയണം, അവനോ വളരണം. യാഗമായി മാറാനുള്ള സന്നദ്ധത, സിംബൽ ഓഫ് ഓഫറിംഗ്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, ഞാൻ കുറയണം, പിന്നെ ആരാ വളരേണ്ടത്? നീ വളരണം. ഈ പെരുന്നാൾ കഴിയുമ്പോ നമ്മളിവിടെ ജീവിക്കേണ്ട ആരാ? ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നോക്കിക്കേ, യേശുവിനെ അറിയണം. അനുതാപത്തിന്റെ കണ്ണുനീർ സമർപ്പിക്കുമ്പോൾ നമ്മൾ ആരെ അറിയും? യേശുവിനെ അറിയും. 2, അറിഞ്ഞാ പോരാ, ആ ബന്ധം എന്തായിരിക്കണം? ലൈവായിരിക്കണം. 3, ലൈവായ പോരാ, ക്രിസ്തു എന്നിൽ വളരണം. അപ്പൊ ഞാൻ കുറയും, ആര് വളരും? ആര് വളരും? യേശു എന്നിൽ വളരും. സ്തെഫാനോസ് ഓർക്കുമ്പോ അതാ ഓർക്കേണ്ടത്, യേശു എന്നിൽ വളരണം. അപ്പോൾ രണ്ടാമത് അവൾ യാത്ര ചെയ്തു. അവളുടെ മനസ്സ് അനുതാപത്തിലേക്ക് യാത്ര ചെയ്യുന്ന മനസ്സാണ് അവിടെ കാണുന്നത്. അപ്പൊ നോക്കിക്കേ, 1, അവൾ നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക് നോക്കി. 2, യാത്ര ചെയ്തുകൊണ്ട് അനുതാപത്തിലൂടെ അവനിലേക്ക് സഞ്ചരിച്ചു. 3, അവൾ സമർപ്പിക്കപ്പെടുന്നു. അതിന്റെ കാരണം എന്താ അറിയോ? അവള് ആ വീട്ടിലോട്ട് വരുന്ന ഒരു രംഗമുണ്ട്. എങ്ങനെ വന്നേന്നറിയാമോ? തലം മൂടാതെ മുടി അഴിച്ചിട്ടാ വരുന്നേ. എന്തിനാ അങ്ങനെ വന്നത്? യഹൂദ സംസ്കാരത്തിൽ അങ്ങനെ ഒരു സ്ത്രീ വന്നാൽ അതിന്റെ അർത്ഥം അവൾ ഗണിക അഥവാ വേശ്യയാണെന്നുള്ളതാണ്. അവൾ യേശുവിന്റെ അടുത്ത് വരുമ്പോൾ അവൾക്ക് വേണേ മുടി കെട്ടിവെച്ച് തല മറച്ചു വരാം. അവൾ എന്തിനാ അങ്ങനെ വന്നത്? നമ്മളെന്നാ ചോദിക്കേ, 6 ദിവസം സർവ്വകൊളരായ്മയും കാണിക്കും. 7-ാം ദിവസം പള്ളി വരുന്നത് എങ്ങനായിരിക്കും? എങ്ങനായിരിക്കും? ഇത്രയേ മാന്യനുണ്ടോ? ഇത്രയേ മാന്യ ഉണ്ടോ? അല്ലെ? ഭർത്താവ് ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ അങ്ങേർക്കാന്റെ സംശയം, ഇതെന്റെ ഭാര്യ തന്നെയാണോ? അല്ലെ? കഴിഞ്ഞ 6 ദിവസം ഞാൻ സഹിച്ചു കർത്താവേ, ഇപ്പൊ ഇതാ വീട്ടിൽ ചെകുത്താൻ. ഇവിടെ നോക്കുമ്പോ എന്താ? മാലാഖ. അല്ലേ? തിരിച്ചു നോക്കുമ്പോഴും അതുപോലെ. അല്ലെ? ഇങ്ങനെ 2 കാലേ കണ്ട് 1 ദിവസവും ഇല്ല കർത്താവേ. ഇപ്പോഴാ പള്ളി വന്ന് നിൽക്കുമ്പോഴാ അങ്ങനെ എത്ര കാലേ നിൽക്കുന്നത്? 2 കാലേ നിൽക്കുന്നത്. അവർക്ക് കാരണം എന്താ? നമ്മൾ ഈ പള്ളി വരുമ്പോ എന്തിനാ ഈ വേഷം കെട്ടുന്നത്? നീ അച്ഛന് വേഷം കെട്ടണമെന്ന് കർത്താവിന്റെ അടുത്ത് നടക്കത്തില്ല കേട്ടോ. റഷ്യൻ കാപ്പ, അല്ലെ? സുന്ദരമായ ശബ്ദം, എന്തോ ഒരു ചൊൽത്ത്. പക്ഷേ നീ ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നിന്റെ കാപട്യങ്ങളെ കർത്താവ് വെറുക്കുന്നു. കർത്താവ് ഏറ്റവും വെറുക്കുന്നത് എന്താ അറിയോ? കാപട്യോ. എന്തിനാ കാട്ടത്തിയെ ശപിച്ചത്? അതിനകത്ത് കായില്ലാത്തോണ്ടൊന്നുമല്ല, അതിന്റെ പനപ്പും തഴപ്പും ലോകത്തെ കബളിപ്പിക്കുക. കാപട്യവും കബളിപ്പിക്കലും കർത്താവിന് ഇഷ്ടമല്ല. കർത്താവിന് ഇഷ്ടമല്ല ഈ കാപട്യം. അതുകൊണ്ട് അവള് കർത്താവിന്റെ അടുത്ത് വന്നത് ഒരു വലിയ കുംഭസാരത്തിന് വേണ്ടിയാ. അതുകൊണ്ട് അവക്കൊന്നും മറച്ചു വെക്കാൻ ഇല്ല. അതിരുന്നത് ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം തന്നെയാ. നിങ്ങള് കെട്ടിക്കാൻ നേരം കൈപിടിച്ച് തന്നെ ഓർക്കുന്നുണ്ടോ?
ഇവിടെ ഇല്ലയോ അച്ഛാ ഇത്? കൈ പിടിച്ചു വന്നായിരുന്നോ? തന്നപ്പോ ചൊല്ലിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ, ഹൃദയ വിചാരം. അറിയാത്തവന്റെ മുമ്പാകെ അല്ല, അറിയുന്നവന്റെ മുമ്പാണ് നിൽക്കുന്നത്. അല്ലേ? കേട്ടിട്ടുണ്ടോ? ഇല്ല അച്ഛാ, അന്ന് പോയ ബോധവാ, കൈ പിടിച്ച് വന്നപ്പോ പോയ ബോധം ആണോ? അല്ല. എന്താ? അറിയാത്തവന്റെ മുമ്പാകെ അല്ല, അറിയുന്നവന്റെ മുമ്പാകെയാണ് നിൽക്കുന്നത്. അർത്ഥം എന്താ അറിയോ? രണ്ടിനെയും കൂടെ ചേർത്ത് അങ്ങോട്ട് വിടുക. ലോകത്തെ കാണിക്കാൻ വേണ്ടിയല്ല, നിന്നെ ആര് കാണുന്നു എന്ന് വിചാരിച്ച് ജീവിക്കണം. ആര് കാണുന്നു എന്ന് വിചാരിച്ച് ജീവിക്കണം? കർത്താവ് കാണുന്നു എന്ന് വിചാരിച്ച് ജീവിക്കണം. ഈ കർത്താവ് കാണുന്നെന്ന് വിചാരിച്ച് ജീവിച്ചുള്ള ഗുണം എന്താണെന്നറിയാവോ? നമുക്കറിയാം. നമ്മൾ ഈ റോഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവല്ലോ, ക്യാമറ വരുമ്പോ എങ്ങനെയാ ഓടിക്കുന്നത്? സീറ്റ് ബെൽറ്റ് ഒക്കെ പിടിച്ചിട്ട് സ്പീഡ് ലിമിറ്റ് ഒക്കെ വരുത്തി മര്യാദയ്ക്കാ ഓടിക്കുന്നത്. ക്യാമറ കഴിയുമ്പോൾ ഓടിക്കുന്നത് എങ്ങനെ ഇരിക്കും? അവനോന്റെ വഴി, അല്ലേ? ഇതുപോലെ നമ്മൾ മലയാളികള് സിംഗപ്പൂരിലോ ദുബൈയിലോ ഒക്കെ പോയാലോ റോഡിൽ തുപ്പുവോ? ഇല്ല. ഈ തുപ്പലെല്ലാം എവിടെ പോയി? ഇത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ ലീവിന് വരും കേട്ടോ. തിരുവനന്തപുരത്ത് ഇറങ്ങി ചെക്കിൻ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരു കൊല്ലത്തെ മുഴുവൻ തുപ്പൽ എവിടെ കാണുമെന്ന് അറിയാവോ? എവിടെ കാണും? ഇവൻ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? എന്തിനാ വരുന്നേ? തുപ്പാൻ വരുക. എന്താ? ഇവൻ സിംഗപ്പൂരിൽ ചെന്നപ്പോ ഇവന്റെ തുപ്പൽ ഇറങ്ങിപ്പോയോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ തുപ്പാഞ്ഞ്? നിയമം കാണുന്നുണ്ട്, ശിക്ഷിക്കപ്പെടുമെന്നറിയാം, അതുകൊണ്ട് എന്ത് ചെയ്തില്ല? തുപ്പിയില്ല. ഇന്നു മുതല് നമ്മൾ ജീവിക്കുക, കർത്താവേ നീ എന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ജീവിച്ച കൊള്ളരുതായ്മ ചെയ്യുവോ? ഇല്ല. മോശപ്പെട്ട വർത്താനം പറയുവോ? ഇല്ല. അല്ലേ? മറ്റുള്ളവർക്ക് പാര വെക്കുവോ? ഇല്ല. ഒന്നോർത്ത് നോക്കിക്കേ. അപ്പോൾ ആര് കാണുന്നു എന്ന് പറഞ്ഞ് ജീവിക്കണം? കർത്താവ്. അതുകൊണ്ടാ ഈ കാണുന്ന കർത്താവിന്റെ മുമ്പിൽ വേഷം കെട്ടൊന്നും വേണ്ട. കാണുന്ന കർത്താവിന്റെ മുമ്പിൽ വേഷം കെട്ടൊന്നും വേണ്ട. നീ തല മറച്ചാലും മുടി ഭംഗിയായിട്ട് കെട്ടിവെച്ചാലും പിന്നിട്ടാലും നിന്നെ കാണുന്നവൻ ആരാ? അതുകൊണ്ട് വേഷം കെട്ടലൊന്നും അവന്റെ സന്നിധി വേണ്ട. പാപിനിയായ സ്ത്രീ അവിടേക്ക് വരുന്നത് അവൾ ആരാണെന്ന് കർത്താവിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വലിയ കുംഭസാര അനുഭവത്തിൽ അവൾ വരുന്നത്. വന്നിട്ട് അവൾ നോക്കുമ്പോ എന്താ കാണുന്നതെന്നറിയാമോ? എന്താ? അവന്റെ കാല് മുഴുവൻ നനഞ്ഞ് ഇരിക്കുക. എന്തുകൊണ്ടാ നനഞ്ഞത്? കണ്ണീര് കൊണ്ട്. എന്നിട്ട് കർത്താവ് കാല് വലിച്ചോ? ഇല്ല. നോക്കിക്കേ, കർത്താവിന് ഇഷ്ടപ്പെട്ട സ്തോത്ര കാഴ്ച ഏതാ? എത്ര? അനുതാപത്തിന്റെ കണ്ണുനീര്. അല്ലാതെ നിങ്ങളെ സഹിച്ചോണ്ടുള്ള കണ്ണീരല്ല, നിങ്ങളുടെ ദുഃഖം കൊണ്ടുള്ള കണ്ണീരല്ല. മറിച്ച് എന്താ? ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീർ കർത്താവിന് ഇഷ്ടപ്പെട്ട തിരുമുൽ കാഴ്ച ആയോണ്ടാണ്. അവൻ കാല് പിൻവലിച്ചോ? ഇല്ല. അവള് തൈലം പൂശി അവന്റെ കാല് കഴുകി. എന്നിട്ട് എന്ത് ചെയ്തു? എന്തുകൊണ്ടാ തുടച്ചത്? തലമുടി കൊണ്ട്. എന്തിനാ ഈ തലമുടി കൊണ്ട് തുടച്ചത്? അവളുടെ തല, ശിരസ്, ചിന്തകളെ കർത്താവിന് സമർപ്പിച്ച് പറയുകയാണ്, ഇനി എനിക്ക് വേറൊരു മാസ്റ്റർ ഇല്ല. അവളുടെ മാസ്റ്റർ ചേഞ്ചായി. ഒത്തിരി മാസ്റ്റേഴ്സ് അവൾക്ക് ഉണ്ടായിരുന്നു, മോശപ്പെട്ടൊരു ജീവിതം ഉണ്ടായിരുന്നു. അവൾ അന്നൊരു തീരുമാനം എടുത്തു, എനിക്കിനി ആരും വേണ്ട. കളയണ്ടതിനൊക്കെ അവൾ കളഞ്ഞു. എന്നിട്ട് ആരെ സ്വീകരിച്ചു? കർത്താവിനെ സ്വീകരിച്ചു. നമ്മൾ ഈ വീടൊക്കെ കൂദാശ ചെയ്യുമല്ലോ, അല്ലേ? വീട് കൂദാശ ചെയ്യുന്നത് വരെയുള്ളൂ നമ്മുടെ പേരിൽ. ശരിക്കും പറഞ്ഞ ഈ ഹൗസ് വാമിങ്, വീട് കൂദാശ ഒരു പ്രമാണം എടുത്ത് ശുശ്രൂഷയാ. നമ്മുടെ പേരിലുള്ള വസ്തുവും വീടും ആർക്കെഴുതി കൊടുക്കുക? അതുകൊണ്ട് അവിടെ മുദ്രയിട്ട് ഒപ്പുവെക്കുക, അല്ലേ? ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബയുടെ അടയാളത്തിൽ മുദ്ര വെച്ച് ആർക്ക് വേണ്ടി വേർതിരിക്കുക? നിന്റെ വീട് ആരുടെയാ? എന്താ പറയാൻ പ്രയാസം? വീട് ആരുടെയാ? ആരുടെ വീടാ? കർത്താവിന്റെ. എന്താ പറയാൻ പ്രയാസം? കർത്താവിന്റെ വീടാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 100 കൊല്ലം മുമ്പ് വീടിരുന്നിടത്ത് ആരാ താമസിച്ചേ?
ഓർക്കുന്നുണ്ടോ? ഇല്ല. 100 കൊല്ലം കഴിഞ്ഞ് ആരായിരിക്കും താമസിക്കുന്ന അറിയോ? ആരായിരിക്കും? ഒന്നോർത്ത് നോക്കിക്കേ. ചവിട്ടി പിടിച്ചോണ്ടിരിക്കുക. വീട് ആരുടെയാ? വീട് ആരുടെയാ? കർത്താവിന്റെ വീടാ. ഈ അടുത്ത സമയത്ത് ഒരു വീട് കൂതാശയ്ക്ക് നീന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധയുടെ നാമത്തിൽ ജീവളും ജീവിപ്പിക്കുന്ന സ്ലീബാടെ അടയാളത്ത് മുദ്രകുത്തപ്പെടുന്നു എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഉണ്ടല്ലോ, വീട് കൂതാശയുടെ അന്ന് വൈകുന്നേരം പൊട്ടിക്കാൻ വെച്ചേക്കുന്ന 3 പാക്കറ്റ് മദ്യം. മുറി കൂതാശ ചെയ്യുമ്പോ എന്തുകൂടെ കൂതാശ ചെയ്യപ്പെടുവാന്നറിയാവോ? വൈകുന്നേരം വെഞ്ചരിച്ച സാധനം വിളമ്പാൻ പോവുക. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാവോ? എന്താ സംഭവിക്കാൻ പോകുന്നത്? ക്യാൻസർ മാറ്റാൻ വേണ്ടി മുറിവ് കുത്തി തുറന്ന് ഡോക്ടർ റിമൂവ് ചെയ്യുമ്പോൾ ഡോക്ടർ വിചാരിക്കുക കുറച്ച് ക്യാൻസറിന്റെ സെൽസ് അവിടെ ഇരുന്നോട്ട്. എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് ജീർണിച്ചില്ലാതെ ആകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നലത്തേക്കാൾ മണിമാളികകൾ ഇന്ന് നമുക്കുണ്ട്. ആഡംബരത്തോടെ അതൊക്കെ കൂദാശ ചെയ്യുന്നുണ്ട്. പക്ഷെ 6 മാസം കഴിഞ്ഞ് അതുവഴി പോകുമ്പോ ആ കെട്ടിടം അവിടെ ഉണ്ട്, അതിനകത്ത് എന്തില്ലെന്നറിയാവോ? ജീവിതമില്ല. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച വീടുകളിൽ, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച വീടുകളിൽ മദ്യം വിളമ്പരുത്, വ്യഭിചാരം ചെയ്യരുത്. ദൈവനിന്ദയാ. വീട്ടിനകത്ത് ഇതുവരെ അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ചെന്ന് എടുത്ത് ദൂരെ കളഞ്ഞോണം കേട്ടോ. ആർക്കാണ്ടൊക്കെ ചിരി വരുന്നു കേട്ടോ ചാ. ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് ദൂരെ എടുത്ത് കളഞ്ഞോണം. ദൈവത്തിന്റെ മന്ദിരത്തെ അശുദ്ധമാക്കരുത്. കാരണം ഇത് കുദാശ ചെയ്ത് വേർതിരിച്ച ദൈവത്തിന്റെ ഭവനമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനാ ശബ്ദം നിലയ്ക്കരുത്. ഇവിടെ ഇതാ പാപിനിയായ സ്ത്രീ അവളുടെ മാസ്റ്റർഷിപ്പ് ചേഞ്ച് ചെയ്തു. അവൾ തിരിച്ചു പോവുക. ഇങ്ങോട്ട് വന്നപ്പം RC ബുക്ക് വേറെ ആരുടെ പേരിലായിരുന്നു. ഇപ്പൊ ഇനി ആരുടെ പേരില പോന്നേ? ആരുടെ പേരില പോന്നേ? കർത്താവിന്റെ പേരില്ല. ഓണർഷിപ്പ് ചേഞ്ച് ആയി. ആലോചിച്ച് നോക്കിക്കേ, ഓണർഷിപ്പ് ചേഞ്ച് ആയി. പക്ഷെ നമുക്ക് മുദ്ര ഇട്ടിട്ടുണ്ടായിരുന്നു, മാമോദിസയുടെ അടയാളം കൂട്ട്. പക്ഷേ മുദ്ര ഇട്ടപ്പെട്ടെങ്കിലും കൈകാര്യം ചെയ്യപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? പിശാചിന് വേണ്ടിയാ. ഇന്ന് രാത്രി ഓണർഷിപ്പ് ചേഞ്ച് ആകുന്ന ഒരു രാത്രിയായിട്ട് മാറണം. എന്താ അവക്ക് വരുന്ന മാറ്റം എന്നറിയാവോ? നമുക്കറിയാം. ചുള്ളിക്കമ്പ് പൂക്കുവോ? പൂക്കുവോ? ചുള്ളിക്കമ്പ് പൂമരം ആവുമോ? ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുവന്ന് പാണ്ഡിത്യത്തിലെ പള്ളിയുടെ മുമ്പിൽ ഒന്ന് കുടിച്ചു വെച്ചേ, പൂമരം ആവുമോ? ഇല്ല. എങ്കിൽ പൂമരം ആകും. എപ്പോഴാണെന്നറിയാവോ? ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന്റെ കൂട്ട് ജീവിച്ചൊരു മനുഷ്യനാണ് അസീസിയിലെ ഫ്രാൻസിസ്. മഹാസമ്പന്നനായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചു യേശുവിന് വേണ്ടി. ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ, ഉടുവസ്ത്രം മാത്രമേ ഉള്ളൂ. അത് തന്നെ ചാക്ക് വസ്ത്രങ്ങൾ. തെരുവിലൂടെ അലഞ്ഞു നടന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് പറയാനുള്ളത് ക്രിസ്തുവിന്റെ കരുണയെ പറ്റി, സ്നേഹത്തെ പറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ, അർജന്റീനക്കാരൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു ഡിമാൻഡ് ഇതാണ്: എനിക്കൊരു പേര് തരുന്നെങ്കിൽ ആ പേര് മറ്റാരുടെയും പേരായിരിക്കരുത്. ആരുടെ പേരായിരിക്കണം? ഫ്രാൻസിസ് എന്നായിരിക്കണം. ഈ മനുഷ്യൻ പതികനെ പോലെ സഞ്ചരിക്കുക, വിശുദ്ധനാ. ഈ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്തെന്നറിയാവോ? പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഭാഷ അവർക്ക് മനസ്സിലാകും, അവരോട് സംസാരിക്കാൻ പറ്റും. നിനുവയിലെ ഐസക് എന്ന് പറയുന്ന സിറിയൻ ഫാദർ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യന് മൃഗങ്ങളുമായി സസ്യങ്ങളുമായി സംസാരിക്കാൻ പറ്റുമായിരുന്നു. കാരണം മൃഗങ്ങളൊക്കെ പേരിടാൻ വന്ന ആരുടെ അടുത്താ? ആദാമിന്റെ അടുത്ത്. സസ്യങ്ങളുമായിട്ട് സംസാരിക്കുമായിരുന്നു. വിശുദ്ധിയുടെ ലക്ഷണ. ഈ അസീസിയുടെ ഫ്രാൻസിസ് ഇങ്ങനെ നടന്നു പോകുമ്പോ ചിലപ്പോ അദ്ദേഹം 1 കിലോമീറ്റർ താണ്ട മണിക്കൂറുകൾ എടുക്കും. കാരണം അറിയോ, ഈ പോന്ന വഴിക്ക് കാണുന്ന ഉറുമ്പിനോടും പറവകളോടും ഈ വൃക്ഷങ്ങളോടും സസ്യങ്ങളോടും ഒക്കെ മിണ്ടിയും പറഞ്ഞു ആര് പോത്തുള്ളൂ? അസീസിയിലെ ഫ്രാൻസിസ് പോത്തുള്ളൂ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഉണ്ടല്ലോ, ഒരു വിളി കേൾക്കുന്നു,
ഫ്രാൻസിസ് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പം വിളിക്കുന്ന ആരാന്നറിയോ? ഒരു ബദാം മരം, വഴിയോരത്ത് നിൽക്കുന്ന ഒരു ബദാം മരം. എന്നിട്ട് ചോദിച്ചു ഫ്രാൻസിസിനോട്, ഫ്രാൻസിസ്, യേശുവിന്റെ സ്നേഹത്തെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഈ നമ്മുടെ വീട്ടുമുറ്റത്തേക്കുന്ന ആന്തൂറിയവും മുല്ലവള്ളിയൊക്കെ ഉണ്ടല്ലോ, നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൊള്ളരുതായ്മ മൂലം നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോ ഈ അസീസിലെ ഫ്രാൻസിസ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ മരത്തെ കരുണയോടെ ഒന്ന് നോക്കി. ആ മരം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്ന ഒരു മനുഷ്യൻ എങ്ങനെ നോക്കുന്നത്? കരുണയോടെ. നമ്മൾ നോക്കാറുണ്ടോ? നമ്മള് പ്ലാവൊക്കെ വെച്ചിട്ട് ചക്കയിടുന്ന രംഗമുണ്ട് കേട്ടോ. ഓ, ഞാൻ വെച്ച പ്ലാവ്, ഞാനിട്ട ചക്ക, ഇനി ഒരു കൊല്ലം കായ്ച്ചില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് യോഹന്നാ സ്നാപകനാകും. എന്തായിരിക്കും പറയുന്നത്? അടുത്ത കൊല്ലം കായ്ച്ചില്ലെങ്കിൽ, അടുത്ത കൊല്ലം കായ്ച്ചില്ലേ വെട്ടിക്കളയും. കർത്താവ് എന്നെ വെട്ടാൻ നിർത്തിയേക്കുന്ന പാട് വൃക്ഷമാണ് ഞാൻ, നിങ്ങളല്ല കേട്ടോ. കർത്താവ് എന്നെ വെട്ടാൻ വേണ്ടി നിർത്തിയേക്കുന്ന പാട് വൃക്ഷമാണ്, എന്നെങ്കിലും കായ്ക്കുമെന്ന് വിചാരിച്ച് നിർത്തിയേക്കാം കേട്ടോ. ഒരു തോട്ടക്കാരന്റെ സ്വപ്നമാണ് ഞാൻ. എന്നേലും പൂവിടുമെന്നുള്ള സ്വപ്നത്തിൽ പോറ്റിക്കൊണ്ടു പോവുക തമ്പുരാൻ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇത് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത്, ഈ ബദാം മരത്തിന്റെ തായ്തടി പൊട്ടി കറ ഇങ്ങനെ പുറത്തോട്ട് ഒലിക്കുന്നു. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം തോന്നി. നിങ്ങൾ പഠിക്കുന്ന കാലത്തിൽ ഫോട്ടോ കണ്ടാണല്ലോ, സുന്ദർലാൽ ബഹുഗുണ ഒരു മരത്തെ ഇങ്ങനെ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് കേട്ടില്ലേ? ഒരു മരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അസീസിയിലെ ഫ്രാൻസിസ് എന്ത് ചെയ്തെന്നറിയാമോ? ആ മരത്തിന്റെ അടുത്തോട്ടി ഒന്ന് ആ മരത്തെ ഒന്ന് കെട്ടി മറ്റേ മാർവോട് ചേർത്തണച്ചു. എന്നിട്ട് ആ മരത്തിന്റെ മുറിവിൽ തെരുതര ചുംബിച്ചു. എന്താ സംഭവിച്ചെന്നറിയാവോ? കാലമല്ലാതിരുന്നിട്ട് കൂടി ആ ബദാം മരം പൂത്തുലഞ്ഞു. യേശുവിന്റെ സ്നേഹത്തോടെ ഒരു മനുഷ്യനെ മരത്തെ ചുംബിച്ചപ്പോൾ ആ മരം എന്ത് ചെയ്തു? പൂത്തുലഞ്ഞു. ഇത് കസൻസാക്കീസ് സെയിന്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന നോവലിൽ ഈ സംഭവം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ഈ പാപിനിയായ സ്ത്രീ ശീമോന്റെ വീട്ടിൽ വരുന്നത് ഒരു ചുള്ളിക്കമ്പായിട്ടാ. എന്നാൽ യേശു അവളുടെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ അവൾ അവിടുന്ന് പോന്നെ എങ്ങനെയാണെന്നറിയാവോ? ഒരു പൂമരമായിട്ട്. ഞാൻ ചോദിക്കുക, ഈ പെരുന്നാളിൽ പാണ്ടിത്തിട്ടയിലെ ചുള്ളിക്കമ്പുകൾ പൂമരാകുവോ? ആകുവോ? പൂക്കുവോ? പൂക്കുവോ? എങ്ങനെയാ? ഡിസംബറിലെ കേക്ക് ജനുവരി പൂക്കുന്നോടക്കാന്നോ? ആണോ? അല്ല. ചുള്ളിക്കമ്പുകൾ ജീവനുള്ള കമ്പുകളായി മാറണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പാപിനിയായ സ്ത്രീ 7-ാം അധ്യായം 50-ാം വാക്യത്തിൽ അവൾ മടങ്ങിപ്പോന്നെ എങ്ങനെയാണെന്നറിയാവോ? ഒരു വാചകം കുറിക്കുന്നുണ്ട്. അവൾ സമാധാനത്തോടെ അവിടം വിട്ടുപോയി. നിങ്ങൾ ഈ പള്ളി വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരിത്തിരി സമാധാനത്തിന് വേണ്ടിയാ. ഇവിടെ നിങ്ങൾ മടങ്ങിപ്പോകേണ്ട എങ്ങനെ ആയിരിക്കണം? സമാധാനത്തോടെ. അങ്ങനെ പാണ്ടിത്തിട്ടയിലെ മുഴുവൻ ചുള്ളിക്കമ്പുകളും പൂക്കട്ടെ എന്ന ഹൃദയപൂർവമായ പ്രാർത്ഥനയോടെ ക്ഷണിച്ച അച്ഛനും ശ്രവിച്ച നിങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.